ചോദിച്ചാൽ ആമേൻ, വ്യക്തികളിലൂടെ നമുക്ക് ലഭിക്കുന്ന ദൈവികമായ ദൂതുകൾ. ആമേൻ. ചെറിയൊരു കാര്യമാണ് നിങ്ങളോട് ഇടപെടുവാൻ ആഗ്രഹിക്കുന്നത്. സ്തോത്രം. ആമേൻ. വ്യക്തികളിലൂടെ നമുക്ക് ലഭിക്കുന്ന ദൈവികമായ ദൂതുകൾ. ഹല്ലേലൂയ. പരിശുദ്ധാത്മാ അതിനു വേണ്ടി നമ്മെ ഓരോരുത്തരെ ഒരുക്കട്ടെ. ഞാൻ ആ സന്ദേശം നിങ്ങൾക്ക് തരുന്നത് ഇത്രയുമാണ്. അതിൻ്റെ അർത്ഥം, നിങ്ങളും യേശുവും തമ്മിൽ കണ്ടുമുട്ടുമ്പോൾ, പറഞ്ഞാട്ടെ, നിങ്ങളും യേശുവും തമ്മിൽ കണ്ടുമുട്ടുമ്പോൾ അതിലൂടെ ചില വിടുതലുകൾ ലഭിക്കുന്നു, അതിലൂടെ ചില അത്ഭുതങ്ങൾ നടക്കുന്നു. രണ്ട്, നിങ്ങളും യേശുവും തമ്മിൽ ബന്ധത്തിലേക്കാകുമ്പോൾ അതിലൂടെ ചില തിരുത്തലുകൾ നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നു. സ്തോത്രം. നിങ്ങളും യേശുവും തമ്മിൽ ബന്ധത്തിലേക്കാകുമ്പോൾ അതിലൂടെ ചില പഠിപ്പിക്കലുകൾ, പരിശുദ്ധാത്മ ചില കാര്യങ്ങൾ നിങ്ങളെ ടീച്ച് ചെയ്യുവാൻ തയ്യാറാകുന്നു. സ്തോത്രം. നിങ്ങളും യേശുവും തമ്മിൽ കണ്ടുമുട്ടുമ്പോൾ, സ്തോത്രം, നിങ്ങളുടെ അകത്തൊരു തീ കത്തുന്നു. എത്രവർക്ക് ആമേൻ പറയാൻ പറ്റും? യേശുവുമായിട്ട് നിങ്ങൾ കണക്ട് ചെയ്യപ്പെടുമ്പോൾ ചില തീ കത്തലുകൾ നിങ്ങളുടെ ലൈഫിലുണ്ടാകും. തീർന്നില്ല, നിങ്ങളും യേശുവും തമ്മിൽ കണ്ടുമുട്ടുമ്പോൾ അത് മറ്റുള്ളവർക്ക് ചില സന്ദേശങ്ങൾ ലഭിക്കും. ആമേൻ. ഞാൻ ഇന്നത്തെ ദൂതിതാണ്, നിങ്ങൾ ദൈവത്തിൽ നിന്ന് ഒരത്ഭുതം മാത്രം പ്രാപിച്ച് മടങ്ങരുത്. നിങ്ങൾക്ക് ഈ ലോകത്തിന്, ഈ സഭയ്ക്ക്, ഈ തലമുറയ്ക്ക് കൊടുക്കാൻ ഒരു സന്ദേശം കൂടെ നിങ്ങളായി മാറണം. ആമേൻ. എത്ര പേർക്ക് ആമേൻ പറയാൻ പറ്റും? ഞാൻ ആ വാക്ക് ഒരിക്കൽ കൂടി പറയും. നിങ്ങൾ യേശുവുമായി കണ്ടുമുട്ടി ചില വിടുതലുകൾ പ്രാപിക്കണം, ചില അത്ഭുതങ്ങൾ പ്രാപിക്കണം. അപ്പോൾ തന്നെ നിങ്ങളും യേശുവും തമ്മിൽ കണ്ടുമുട്ടുമ്പോൾ കാണുന്നവർക്കും കേൾക്കുന്നവർക്കും അടുത്ത തലമുറയ്ക്കും ആ കണ്ടുമുട്ടലിലൂടെ ഒരു സന്ദേശം കൂടെ ലഭിക്കണം. എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഒരത്ഭുതമായി മാറണം. അപ്പോൾ തന്നെ നിങ്ങൾ അനേകർക്ക് ഒരു പ്രചോദനവും ഒരത്ഭുത വിഷയമായി മാറണം. ഈ വചനം ഇന്ന് പറയുമ്പോൾ ഇവിടെ ഇങ്ങനെ എന്തൊക്കെയോ സംഭവിക്കാൻ പോകുകയാണ്. വിശ്വസിക്കുന്നവരാമേൻ പറഞ്ഞാട്ടെ, ഇങ്ങനെ എന്തൊക്കെയോ നടക്കാൻ പോകുകയാണ്. അപ്പോൾ ഞാൻ ഇന്ന് ഈ സന്ദേശം നിങ്ങളുമായി പറയുവാൻ ചില കാര്യങ്ങളാണ് എടുക്കുന്നത്. കർത്താവ് നിങ്ങളുടെ ഉറപ്പായിട്ടും ഇടപെടും. പ്രാർത്ഥനയോടൊക്കെ ആമേൻ വചനം കേൾക്കാം. യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം അതിൻ്റെ 2-ാമത്തെ വാക്യം, 3-ാമത്തെ വാക്യം, താഴേക്കുള്ള വാക്യങ്ങൾ ഒന്ന് ശ്രദ്ധിച്ചാട്ടെ. യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം അതിൻ്റെ 2 മുതൽ 5 വരെയുള്ള വാക്യങ്ങൾ നമുക്കൊന്ന് ശ്രദ്ധിക്കാം. അവൻ രാത്രിയിൽ അവന്റെ അടുക്കൽ വന്ന അവനോട്, റബ്ബി, നീ ദൈവത്തിന്റെ അടുക്കൽ നിന്ന് ഉപദേഷ്ടാവായി വന്നിരിക്കുന്നു എന്ന് ഞങ്ങൾ അറിയുന്നു. ദൈവം തന്നോടുകൂടെ ഇല്ലെങ്കിൽ നീ ചെയ്യുന്ന ഈ അടയാളങ്ങളെ ചെയ്യുവാൻ ആർക്കും കഴിയുകയില്ല എന്ന് പറഞ്ഞു. യേശു അവനോട്, ആമേൻ ആമേൻ, ഞാൻ നിന്നോട് പറയുന്നു, പുതുതായി ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യം കാണുവാൻ ആർക്കും കഴിയുകയില്ല എന്ന് ഉത്തരം പറഞ്ഞു. നിക്കോദെമോസ് അവനോട്, മനുഷ്യൻ വൃദ്ധനായ ശേഷം ജനിക്കുന്നത് എങ്ങനെ? രണ്ടാമതും അമ്മയുടെ ഉദരത്തിൽ കടന്ന് ജനിക്കാമോ എന്ന് ചോദിച്ചു. അതിന് യേശു, ആമേൻ ആമേൻ, ഞാൻ നിന്നോട് പറയുന്നു, വെള്ളത്താലും ആത്മാവിനാലും ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യത്തിൽ കടപ്പാൻ ആർക്കും കഴിയുകയില്ല. ആമേൻ. നമുക്കിന്ന് പരിശുദ്ധാത്മാവ് ഈ വചനത്തിൽ നിന്നാണ് തുടക്കത്തിൽ ചില കാര്യങ്ങൾ സംസാരിക്കുന്നത്. ഉറപ്പായിട്ട് നിങ്ങൾ പ്രാർത്ഥനയോടെ ആയിരിക്കണം. പരിശുദ്ധാത്മ ഇടപെടട്ടെ. രാത്രിയിൽ യേശുവിനെ കാണുവാൻ നിക്കോദിമോസ് എന്ന് പറയുന്ന ഒരു ആരാണ്? പരീശൻ അല്ലേ, പണ്ഡിതൻ, ഒരു ശാസ്ത്രി, ഉപദേഷ്ടാവ് യേശുവിൻ്റെ അടുക്കൽ വരികയാണ്. അപ്പോൾ ഞാൻ അതിനകത്ത് തന്നെ നിങ്ങൾ പറയാം, നിങ്ങൾക്ക് യേശുവിൻ്റെ അടുക്കെ സഭയിലൊക്കെ ഒളിച്ചും പാത്തും ഒക്കെ വരുന്നോണ്ടൊന്നും വലിയ തെറ്റൊന്നുമില്ല. ഒരാമയും പറഞ്ഞാട്ടെ. ഒളിച്ചോ പാത്തോ, നാട്ടുകാർ കാണാതെയോ, വീട്ടുകാർ കാണാതെയോ, കൂട്ടുകാർ കാണാതെയോ ഒക്കെ, ആമേൻ, സ്തോത്രം, ഒക്കെ നിങ്ങൾക്ക് യേശുവിൻ്റെ അടുക്കൽ സഭയിൽ വരാം. ആമേൻ. ഒരു ആമേൻ പറഞ്ഞാട്ടെ, വരാം. ഹല്ലേലൂയ. ആൾക്കാർ കാണുമെന്നോർത്ത് നീ യേശുവിൻ്റെ അടുക്ക വരാതിരിക്കരുത്. ആൾക്കാരെ കാണാത്ത സമയം നീ കണ്ടെത്തി നീ സഭയിലേക്ക് വന്നിരിക്കണം. ആമേൻ പറഞ്ഞാട്ടെ. വീട്ടുകാരും നാട്ടുകാരും ഒക്കെ കാണാത്ത സമയം കണ്ടെത്തി
നീ യേശുവിൻ്റെ അടുക്ക് വന്നിരിക്കണം, അല്ലെങ്കിൽ സഭയിൽ വന്നിരിക്കണം. ഹല്ലേലൂയ. നീ എങ്ങനെയെങ്കിലും യേശുവിൻ്റെ അടുക്കൽ വന്നിരിക്കണം. ആദിമ സഭകളിലൊക്കെ ആമേൻ നമ്മുടെ അമ്മച്ചിമാരൊക്കെ ഞാൻ കേട്ട ഒത്തിരി ചരിത്രങ്ങളുണ്ട്. ആമേൻ തുണിയെല്ലാം കൂട്ടിവെച്ച് സ്തോത്രം അലക്കാൻ പോകാന്ന് പറഞ്ഞ് തുണിയൊക്കെ കെട്ടി ആമേൻ ഈ പുഴയുടെ അവിടെ കൊണ്ട് ഏതെങ്കിലും മരത്തിൻ്റെ ചുവട്ട് പാത്ത് വെച്ചിട്ട് അവിടെ നിന്ന് ഡ്രസ്സ് മാറി ആരാധിക്കാൻ വന്ന് ആരാധിച്ചിട്ട് വീണ്ടും ഓടിച്ചെന്ന് വെള്ളത്തിൽ തുണി ഒന്ന് കുത്തിപ്പിഴിഞ്ഞ് ഓടിക്കയറിപ്പോയൊക്കെ സ്തോത്രം ദൈവത്തെ ആരാധിച്ച ഒത്തിരി ഭക്തന്മാർ ജീവിച്ച ഒരു സ്ഥലമാണ് നമ്മുടെ സ്ഥലങ്ങളൊക്കെ. പക്ഷെ ഒരു കാര്യം ഉറപ്പായിട്ട് പറയാം, എങ്ങനെയാണെങ്കിലും രാത്രിയാണെങ്കിലും പകലാണെങ്കിലും ഒളിച്ചാണെങ്കിലും പാത്താണെങ്കിലും നീ യേശുവിൻ്റെ അടുക്കൽ വരുന്നത് അനുഗ്രഹമാണ്. ഹല്ലേലൂയ. ബൈബിളൊക്കെ പൊതിഞ്ഞു പിടിച്ചാണെങ്കിൽ നീ വന്നോ, കുഴപ്പമില്ല. കുറച്ച് കഴിയുമ്പോൾ പൊതിഞ്ഞു പിടിക്കാതെ നെഞ്ചത്തോട് ചേർത്ത് വെച്ച് നിനക്ക് നാട്ടുകാരുടെ മുമ്പിൽ നടന്നു വരാൻ ദൈവം നിനക്ക് വഴികൾ തുറന്നിരിക്കും. ഹല്ലേലൂയ. കർത്താവ് എന്നോട് പറയുന്നു, ഇങ്ങനെ ആരും അറിയാതെ ആരും കാണാതെയൊക്കെ കർത്താവിൻ്റെ അടുക്കൽ വരുന്നവരെ എല്ലാവരും കാണുന്ന നിലകളിൽ ആദരിക്കുന്ന ഒരു ദൈവമുണ്ട് എന്ന് പരിശുദ്ധാത്മ പറയും. നീ ദൈവരാജ്യത്തിന് വലിയ സംഭാവനകൾ ചെയ്യുന്ന വ്യക്തിയാക്കി ദൈവം നിന്നെ തീർക്കാൻ പോകുകയാണ്. ആരെങ്കിലും ഒക്കെ ഇതിന് രാമ്യം പറഞ്ഞ് സ്വീകരിച്ചാട്ടെ. ആമേൻ. ഹല്ലേലൂയ. അപ്പോൾ നിക്കോദിമോസ് രാത്രിയിൽ യേശുവിൻ്റെ അടുക്ക വന്നു. കാരണം ഇത് ശാസ്ത്രിമാർ അറിഞ്ഞാൽ വിഷയമാണ്. കാരണം ഇവനൊരു ഉപദേഷ്ടാവാണ്. ആമേൻ. കാരണം പള്ളിക്കാർക്കൊന്നും യേശുവിന് വലിയ ഇഷ്ടമില്ല. ഹല്ലേലൂയ. പള്ളിക്കാർക്കൊന്നും യേശുവിന് വലിയ ഇഷ്ടമില്ല. ഹല്ലേലൂയ. സത്യമായിട്ട് പറയാം, ഒത്തിരി പ്രാർത്ഥിക്കുന്നവരൊന്നും ഒത്തിരി പേർക്കൊന്നും ഇഷ്ടമില്ല. ഹല്ലേലൂയ. ആമേൻ. എന്നാൽ ഇന്ന് ഞാൻ നിങ്ങളെ ഓർപ്പിക്കുന്നു, എങ്ങനെയാണെങ്കിലും യേശുവിൻ്റെ അടുക്കൽ നിങ്ങൾ വരാൻ തയ്യാറാകണമെന്ന് ഞാൻ ആത്മാവിൽ ഓർപ്പിക്കുകയാണ്. അപ്പോൾ നിക്കോദിമോസ് രാത്രിയിൽ യേശുവിനെ കാണാൻ വന്നു. വന്നിട്ട് നല്ലൊരു കാര്യം യേശുവിനോട് പറഞ്ഞു. സ്തോത്രം. നീ ദൈവത്തിൻ്റെ അടുക്കൽ നിന്ന് ഉപദേഷ്ടാവായി വന്നിരിക്കുന്നുവെന്ന് ഞങ്ങൾ അറിയുന്നു. ആമേൻ. ദൈവത്തിൽ നിന്ന് ചില സന്ദേശവുമായിട്ടാണ് നീ വന്നിരിക്കുന്നെന്ന് ഞങ്ങൾ അറിയുന്നു. എന്നിട്ട് അടുത്ത വാക്ക് പറയുകയാണ്, ദൈവം നിന്നോടുകൂടെ ഇല്ലെങ്കിൽ നീ ചെയ്യുന്ന ഈ അടയാളങ്ങൾ ചെയ്യാൻ, അപ്പോൾ ദൈവം നിന്റെ കൂടെ ഉണ്ടെങ്കിൽ ചില അടയാളങ്ങൾ നടന്നിരിക്കും. ആമേൻ. ആമേൻ. ഹല്ലേലൂയ. ചിലർ പറയുന്നുണ്ട്, ബ്രദറെ, ഈ അത്ഭുതങ്ങളും അടയാളങ്ങളും ഒന്നും അല്ല കാര്യം, ദൈവത്തിന് മുമ്പിൽ ജീവിക്കുക എന്നാണ് ദൈവം പറയുന്നത്. ഓക്കെ, പക്ഷേ ദൈവം എന്നും തൻ്റെ വചനത്തെ ഉറപ്പിക്കുന്നത് അത്ഭുതങ്ങളാലും അടയാളങ്ങളാലുമാണ്, അല്ല വിവിധ വീര്യപ്രവർത്തികളാലുമാണ്. ഇത് വെറും വാചകമടിയല്ല, ഇതിനകത്തൊരു ശക്തിയുണ്ട്. ഹല്ലേലൂയ. ദൈവം നിന്റെ കൂടെ ഉണ്ടെങ്കിൽ അത് അത്ഭുതങ്ങൾ കൊണ്ട് ദൈവം അത് പ്രൂവ് ചെയ്യിച്ചിരിക്കും. ആമേൻ. ഞാൻ ആത്മാവിൽ പറയുന്നു, ദൈവം നിന്റെ കൂടെ ഉണ്ടെന്ന് നാട്ടുകാരും വീട്ടുകാരും ആമേൻ അറിയുന്ന നിലയിലുള്ള ചില കാര്യങ്ങൾ ദൈവം ചെയ്യാൻ പോകുകയാണ്. ചേർന്നൊരാമയും പറഞ്ഞാട്ടെ. നിന്റെ വീട് ഇന്നലത്തെ പോലെ കിടക്കുകയില്ല, നിന്റെ കുടുംബം ഇന്നലത്തെ പോലെ തുടരുകയില്ല, നിന്റെ കുടുംബം ഇന്നലത്തെ പോലെ തുടരുകയില്ല. അതിന് എല്ലായിടത്തും രൂപഭേദ മാറ്റങ്ങൾ സംഭവിച്ചിരിക്കും. ഹല്ലേലൂയ. എത്ര പേർ വിശ്വസിക്കുന്നു? യേശു നിന്റെ കൂടെ ഉള്ളത് കൊണ്ട് അത്ഭുതങ്ങൾ നടന്നിരിക്കും. അത് നാട്ടുകാർ പറയും, അത് വീട്ടുകാർ പറയും, അത് ലോകത്തിലുള്ളവരെല്ലാം പറയും. പറഞ്ഞാട്ടെ, പറഞ്ഞാട്ടെ, പറഞ്ഞിരിക്കും. ഹല്ലേലൂയ. നിന്റെ ജീവിതത്തിന്റെ നിലവാരങ്ങൾ മുഴുവനും മാറിയിരിക്കും. ഈ നിക്കോദിമോസ് പറയുന്ന കാര്യം കൊണ്ട്, ദൈവം നിന്റെ കൂടെ ഇല്ലെങ്കിൽ, പറഞ്ഞാട്ടെ, ദൈവം നിന്റെ കൂടെ ഇല്ലെങ്കിൽ, ഹല്ലേലൂയ, ഈ ചെയ്യുന്ന അടയാളങ്ങൾ ആർക്കും ചെയ്യാൻ, ഹല്ലേലൂയ, ആർക്കും ചെയ്യാത്ത ചിലത് ചെയ്യുവാൻ നിനക്ക് കഴിയും. ദൈവം നിന്റെ കൂടെ ഉണ്ടെങ്കിൽ. ഞാൻ നിങ്ങളെ വീണ്ടും 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 പറയുന്നു, നിങ്ങൾ അത്ഭുതങ്ങളെ വിശ്വസിച്ചിരിക്കണം.
ദൈവപ്രവൃത്തിയെ വിശ്വസിച്ചിരിക്കണം. എൻ്റെ ജീവിതം മാറുമെന്ന് നിങ്ങൾ പറഞ്ഞിരിക്കണം. നരകമായിരിക്കുന്ന എൻ്റെ വീട് സ്വർഗമാക്കാനാണ് കർത്താവ് ഇറങ്ങി വന്നെന്ന് നിങ്ങൾ പറഞ്ഞിരിക്കണം. തകർന്നുപോയ എൻ്റെ കുടുംബത്തെ പറുദീസയാക്കാനാണ് കർത്താവ് വന്നതെന്ന് നിങ്ങൾ പറഞ്ഞിരിക്കണം. ഹല്ലേലൂയ, സ്തോത്രം. യേശു ഒരിക്കൽ സക്കായിയോട് പറഞ്ഞ ദൂത് നിങ്ങൾ മറക്കരുത്. സ്തോത്രം. ഈ വീടിന് ഇന്ന് രക്ഷ വന്നിരിക്കുന്നു. ആമേൻ. ഞാൻ നിന്റെ വീട്ടിൽ പാർക്കുകയാണ്. ഇന്ന് ഈ വീടിന് രക്ഷ വന്നിരിക്കുന്നു എന്ന് പറഞ്ഞ കർത്താവ് ഒരുവന്റെ വീട്ടിൽ വന്ന രക്ഷപ്പെട്ടു. ഹല്ലേലൂയ. നീയും അബ്രഹാമിന്റെ സന്തതി. ആമേൻ. എന്താണ് നീയും അബ്രഹാമിന്റെ എന്ന് പറഞ്ഞാൽ ഞാൻ അനുഗ്രഹിക്കുന്നവന്റെ കൂട്ടത്തിൽ നീ പെട്ടിരിക്കുകയാണ്. ഞാൻ വർദ്ധിപ്പിക്കുന്നവന്റെ കൂട്ടത്തിൽ നീ പെട്ടിരിക്കുകയാണ്. ഞാൻ പ്രശംസിക്കുന്നവന്റെ കൂട്ടത്തിൽ നീ പെട്ടിരിക്കുകയാണ്. ഇതിനകത്തിരിക്കുന്നവരെല്ലാം അബ്രഹാമിന്റെ തലമുറകളാണ്. വിശ്വസിക്കുന്നവർ ആമേൻ പറ. അനുഗ്രഹത്താൽ ഞാൻ നിന്നെ അനുഗ്രഹിക്കും. വർദ്ധനവിനാൽ ഞാൻ നിന്നെ വർദ്ധിപ്പിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ, പോരാ, ഹല്ലേലൂയ. സംസാരിക്കട്ടെ കർത്താവ്. അവൻ വന്ന് പറയുകയാണ്, നീ ദൈവത്തിൽ നിന്ന് വന്നിരിക്കുന്നു, അതുകൊണ്ടാണ് ഈ അത്ഭുതങ്ങളെല്ലാം നടക്കുന്നത്. ഉടനെ കർത്താവ് അവനോട് സംസാരിക്കും. യേശു അവനോട്, ആമേൻ ആമേൻ, ഞാൻ നിന്നോട് പറയുന്നു, നീ പുതുതായി ജനിച്ചില്ലെങ്കിൽ ദൈവരാജ്യത്തിൽ കാണുവാൻ ആർക്കും കഴിയുകയില്ല എന്ന് പറഞ്ഞു. കണ്ടോ, ഈ മനുഷ്യനുമായിട്ട് യേശു കണ്ടുമുട്ടുമ്പോഴാണ് ദൈവരാജ്യത്തിന്റെ ഏറ്റവും ശക്തമായ കീ ദൈവം തുറക്കുന്നത്. പറഞ്ഞാട്ടെ, ഹല്ലേലൂയ, സ്തോത്രം. അപ്പോൾ നിക്കോദിമോസിലൂടെ, ആ കൂട്ടായ്മയിലൂടെ സഭയ്ക്ക് ലഭിച്ച ഏറ്റവും വലിയ സന്ദേശമാണ് വീണ്ടും ജനനം. നീയും യേശുവും തമ്മിൽ കണ്ടുമുട്ടുന്നതിലൂടെ ചില സന്ദേശങ്ങൾ മറ്റുള്ളവർക്ക് കിട്ടണം. ആമേൻ പറഞ്ഞില്ല? നീയും യേശുവും തമ്മിൽ കണ്ടുമുട്ടുന്നതിലൂടെ ചില സന്ദേശങ്ങൾ മറ്റുള്ളവരിലേക്ക് എത്തണം. അല്ലാതെ വെറും ഒരു ചെറിയ ജീവിതം നയിച്ചു പോകരുത്. നീയും യേശുവും തമ്മിലുള്ള ബന്ധം ലോകത്തിനൊരു സന്ദേശമായി മാറണം. ആമേൻ. ഇന്ന് ഞാനിത് പ്രസംഗിക്കുമ്പോൾ എന്തൊക്കെയോ സംഭവിക്കാൻ പോകുകയാണ്. നിങ്ങളിലൂടെ ചില സന്ദേശങ്ങൾ ലോക ജനതയ്ക്ക് ലഭിക്കാൻ പോവുകയാണ്. ആമേൻ പറ, ആമേൻ പറ. നിങ്ങളും യേശുവും തമ്മിലുള്ള ബന്ധം, അതിലൂടെ ചിലത് ഉരുത്തിരിഞ്ഞു വരാൻ പോകുകയാണ്. പ്രൈസ് ഗോഡ്. ഈ നിക്കോദിമോസും യേശുവും തമ്മിൽ കണ്ടുമുട്ടുന്നതിലൂടെയാണ് സഭയുടെ അടിസ്ഥാന കല്ലായ വീണ്ടും ജനനമെന്ന ദൂത് തെളിഞ്ഞു വരുന്നത്. ആമേൻ. ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങളും യേശുവും തമ്മിലുള്ള കൂട്ടായ്മയിൽ ചില സന്ദേശങ്ങൾ ഉണ്ടാകട്ടെ. അനേകർക്ക് ഗുണം പിടിക്കുന്ന ചില സന്ദേശങ്ങൾ നിങ്ങളും യേശുവും തമ്മിലുള്ള കൂട്ടായ്മയിലൂടെ ലഭിക്കണം. നാട്ടുകാർക്ക് ലഭിക്കണം, വീട്ടുകാർക്ക് ലഭിക്കണം, കൂട്ടുകാർക്ക് ലഭിക്കണം. അതുകൊണ്ടാണ് വചനം പറഞ്ഞത്, ഞാൻ നിന്നെ ഒരു അടയാളമാക്കും, ഞാൻ നിന്നെ ഒരു അത്ഭുതമാക്കും, ഞാൻ നിന്നെ ഒരു അതിശയമാക്കും, ഞാൻ നിന്നെ ഒരു നിയമമാക്കും, ഞാൻ നിന്നെ ഒരു സന്ദേശമാക്കും. ഓ ജീസസ് ലോർഡ്. എനിക്ക് ഒത്തിരി സന്തോഷമാ വചനം. ഞാൻ കഴിഞ്ഞ ദിവസം വചനം കേട്ടപ്പോൾ എനിക്ക് ആനന്ദം വന്നു. അബ്രഹാമിനോട് പറയുകയാണ്, ഞാൻ നിന്നെ ജനത്തിനൊരു നിയമമാക്കും. ഹല്ലേലൂയ. ഞാൻ വിഷയങ്ങൾ പറയുകയാണ്. ഞാൻ വൃദ്ധനായ ശേഷം എങ്ങനെ ജനിക്കും? രണ്ടാമതും അമ്മയുടെ ഉദരത്തിൽ കടന്ന് ജനിക്കാമോ എന്ന് ചോദിച്ചു. അതിന് കർത്താവ് വീണ്ടും പറയുകയാണ്, ആമേൻ ആമേൻ, ഞാനോട് പറയുന്നു, വെള്ളത്താലും ആത്മാവിനാലും ജനിച്ചില്ലെങ്കിൽ ദൈവരാജ്യത്തിൽ കടക്കാം. അപ്പോൾ അവന്റെ സംശയങ്ങൾ നമ്മുടെ ഉത്തരങ്ങളായി മാറുകയാണ്. ഹല്ലേലൂയ. കൈകളെ ഉയർത്തി ദൈവത്തെ സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കൈകളെ ഉയർത്തി ആമേൻ.
ചിലർ ദൈവരാജ്യത്തിൽ എത്തുമ്പോൾ അവരുടെ ഭയങ്കര അനുഗ്രഹങ്ങളും അവരുടെ വലിയ ദൂതുകളും ലഭിക്കുന്നു. ഹല്ലേലൂയ. നിങ്ങൾ ദൈവരാജ്യത്തിന് ഒരു അസറ്റായി മാറണം. നിങ്ങളൊരാമയും പറഞ്ഞില്ല. നിങ്ങൾ ദൈവരാജ്യത്തിനൊരു മുതലായി മാറണം. നിങ്ങളിലൂടെ ദൈവരാജ്യത്തിന് എന്തെങ്കിലുമൊക്കെ കിട്ടണം. ചില ദൂതുകൾ, ചില വെളിപ്പാടുകൾ, ചില ആലോചനകൾ നിങ്ങളുടെ ലഭിക്കണം. രാമൻ പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. രണ്ടുപേർ തമ്മിലൊന്ന് കണ്ടുമുട്ടിയതാണ്. എന്തേരം ദൂതാണ്. എന്നിട്ട് തീർന്നില്ല. അവിടെ നിന്ന് കാണാൻ നമ്മുടെ രക്ഷയുടെ സന്ദേശം എഴുന്നേൽക്കുന്നത്. ഈ സംശയം ആമേൻ പരിഹരിക്കുന്നതാണ് 3:16. തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. ഹല്ലേലൂയ. ഞാൻ നിങ്ങളോട് പറഞ്ഞു നിർത്തുന്നത്, ഒരു വിടുതൽ പ്രാപിച്ച് നിങ്ങളുടെ ജീവിതം തീർക്കരുത്. ഒരത്ഭുതം പ്രാപിച്ച് നിങ്ങളുടെ ജീവിതം തീർക്കരുത്. നിങ്ങളിലൂടെ ചുറ്റുപാടും നാട്ടുകാർക്കും വീട്ടുകാർക്കും ഒരു സന്ദേശം, അടുത്ത തലമുറയ്ക്ക് ഓർത്തിരിക്കേണ്ട ഒരു സന്ദേശം. ഞാനിത് പ്രസംഗിക്കുന്ന നിങ്ങളോടാണ് കേട്ടോ. കാരണം നിങ്ങളൊരു അനുഗ്രഹമായി മാറിയേ പറ്റൂ. ഹല്ലേലൂയ. നിങ്ങൾക്ക് വേണ്ടി മാത്രമല്ല, സകല ജനത്തിനും ഒരു അനുഗ്രഹമായി മാറണം. ഹല്ലേലൂയ. ആമേൻ, ആമേൻ. ഹല്ലേലൂയ. നമ്മൾ ഓർക്കും ഈ നിക്കോദിമോസ് എന്ന് പറയുന്ന മനുഷ്യൻ, ഞാനിവിടെ പലവട്ടം പറഞ്ഞതാണ്, ഈ അർദ്ധരാത്രിയിൽ വന്ന് ഒളിച്ചും പാത്തും കർത്താവിൻ്റെ അടുക്കൽ വന്ന് പിന്നെ അദ്ദേഹത്തെ കണ്ടിട്ടേ ഇല്ലല്ലോ എന്ന് നമ്മൾ ചിന്തിക്കും. പക്ഷെ ആ മനുഷ്യൻ, ഹല്ലേലൂയ, ആ മനുഷ്യനാണ് പിന്നെ യേശുവിൻ്റെ ശരീരത്തിന് ഒത്തിരി പ്രയോജനപ്പെട്ടത്. അതുകൊണ്ട് നിങ്ങൾ ഒരു വ്യക്തിയെയും അളക്കരുത് കേട്ടോ. നമ്മുടെ ഇടയിലേക്ക് ചിലപ്പോൾ വരും. അവർ ചിലപ്പോൾ ഒരു ദിവസമേ ചിലപ്പോൾ കൂടത്തുള്ളായിരിക്കും, പിന്നെ അവരെ കാണത്തില്ലായിരിക്കും. നമ്മൾ പറയരുത് പുള്ളി പിന്മാറ്റക്കാരനാണ്, കാര്യസാധ്യത്തിന് വേണ്ടി വന്നതാണ്, അങ്ങനെ ഒന്നും നിങ്ങൾ പറയരുത്. ഹല്ലേലൂയ. കഴിവുള്ളത്തോളം ആൾക്കാരെ കൊണ്ടുവരിക. അവർ നിൽക്കുകയോ നിൽക്കാതിരിക്കുകയോ അതൊന്നും നമ്മുടെ വിഷയമല്ല. പക്ഷെ അവരുടെ അകത്ത് ദൈവം എന്തെങ്കിലുമൊക്കെ ഇട്ടിരിക്കും. കേട്ടില്ല? അവരുടെ അകത്ത് ദൈവം എന്തെങ്കിലുമൊക്കെ ഇട്ടിരിക്കും. ഹല്ലേലൂയ. നമ്മുടെ ഒരു അജണ്ടയൊന്നുമല്ല ഇവിടെ വരുന്നവരെല്ലാം നമ്മുടെ ചർച്ചിലെ മെമ്പേഴ്സ് ആക്കണമെന്നൊന്നും. അങ്ങനെ ഒരു അജണ്ടയെ നമുക്കില്ല. വരട്ടെ, വചനം കേൾക്കട്ടെ, അവർ പോട്ടെ. അവർക്ക് ആത്മാവിൽ ഈ ഒരു ചർച്ചിൻ്റെ ഭാഗമൊക്കെ ആകുമെന്ന് പറഞ്ഞാൽ അതൊരു ഭയങ്കര പെയിൻഫുൾ ആട്ടോ. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ പിന്നെ കർശന നടപടികളൊക്കെ ഉണ്ടാകും. പിന്നെ അവിടെ നിന്നൊരു ശുശ്രൂഷ ഭാഗത്തേക്ക് വരുമ്പോൾ കുറച്ചും കൂടെ ഉത്തരവാദിത്തം കൂടും. കർശന നടപടി എന്ന് പറഞ്ഞ് വേറെ ഒന്നുമല്ല. ആമേൻ, സ്തോത്രം. നമ്മൾ വല്ലപ്പോഴൊക്കെ കാണുന്നവരോടൊക്കെ വളരെ സ്നേഹത്തോടെ സംസാരിക്കും. പക്ഷെ നമ്മുടെ മക്കളോട് എല്ലാത്തിനും നമ്മൾ സ്നേഹത്തോടായിരിക്കും സംസാരിക്കുന്നേ. കേട്ടില്ല? വഴക്കുണ്ട്, തർജനമുണ്ട്, ശിക്ഷണമുണ്ട്. ഹല്ലേലൂയ, സ്തോത്രം. അതെന്ന് പറഞ്ഞാൽ ഈ ചർച്ചിലെ മെമ്പർഷിപ്പ് ആകുക എന്ന് പറഞ്ഞത് ഹോട്ടലിൽ നിന്നും വീട്ടിൽ നിന്നുള്ള ഭക്ഷണം പോലെ വ്യത്യാസമായിരിക്കും. മനസ്സിലായില്ല? ഹോട്ടലിലാണെങ്കിൽ അജിനാമോട്ടയൊക്കെ ഇട്ട് നിങ്ങളങ്ങ് ടേസ്റ്റ് പിടിപ്പിച്ചങ്ങ് വിടും. വീട്ടിലെ ഫുഡാകുമ്പോൾ പാവയ്ക്ക ഇടയ്ക്ക് കാണും, കപ്പളങ്ങ ഇടയ്ക്ക് കാണും. കേട്ടില്ല? ചുണ്ടുതോരൻ ഇടയ്ക്ക് കാണും, പിണ്ടിത്തോരൻ ഇടയ്ക്ക് കാണും. ആരും മിണ്ടുന്നില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അല്ലാത്തടത്ത് എപ്പോഴും എന്ത് മാത്രമേ കാണത്തുള്ളൂ? പിരിപിരി മാത്രമേ കാണത്തുള്ളൂ. ഹല്ലേലൂയ. ആരും കേട്ടില്ല? ചെങ്കുപൊട്ട് മാത്രമേ കാണത്തുള്ളൂ. പക്ഷെ വീട്ടിനകത്ത് എന്തുണ്ട്? പാവയ്ക്കുണ്ട്, കപ്പളങ്ങ ഉണ്ട്, ചുണ്ടുതോരനുണ്ട്. ആർക്കും ഇഷ്ടപ്പെടുന്നില്ല, ആർക്കും ഇഷ്ടപ്പെടുന്നില്ല. അതുണ്ടോ? അച്ഛൻ സന്ദേശം പറഞ്ഞു കേട്ടോ. ഹല്ലേലൂയ. അതാണ്, അങ്ങനത്തെ ഒരു കാര്യമുണ്ട്. അതെന്തിനു വേണ്ടിയാണ്? നിങ്ങൾ 50-ലൊന്നും തട്ടിപ്പോകാതെ 100 വരെയൊക്കെ ജീവിക്കാനാണ്. അതെ, പിടിക്കുന്നുണ്ടോ? ദൂത് പിടിച്ചെടുക്കുന്നുണ്ടോ? ഹല്ലേലൂയ. ഞായറാഴ്ച എവിടെയായിരുന്നു? ഹല്ലേലൂയ, സ്തോത്രം.
ആമേൻ. കൈകളെ ഉയർത്തി ദൈവത്തെ ഒന്ന് സ്തുതിച്ചാട്ടെ. ഗ്ലോറി ടു ഗോഡ്, ഗ്ലോറി ടു ഗോഡ്, ഗ്ലോറി ടു ഗോഡ്. കൈകളെ ഉയർത്തി ഹല്ലേലൂയ. ആമേൻ, ആമേൻ. 50 തട്ടിപ്പോകരുത്, അറ്റാക്ക് വന്ന് ചാകരുത്, കൊളസ്ട്രോൾ കൂടരുത്. ആമേൻ, ആമേൻ. വിരലൊന്നും ഇടയ്ക്ക് മുറിച്ച് കളയരുത്. ഹല്ലേലൂയ. ദീർഘായുസ്സോടെ ഇരിക്കണം. അതിന് എന്തൊക്കെയുണ്ട്? കപ്പളങ്ങായും ഒക്കെ പാവയ്ക്കായും ഒക്കെ തരും. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതാ പറഞ്ഞ, ചർച്ചിലേക്ക് വരുമ്പോൾ കുറച്ചുകൂടെ വ്യത്യാസം ഉണ്ടാവും. പിന്നെ മിനിസ്ട്രിയിലേക്ക് ആകുമ്പോൾ അതിനേക്കാൾ വിഷയമായിരിക്കും. ഹല്ലേലൂയ. പക്ഷെ അതുകൊണ്ട് നിങ്ങൾ വരാതിരിക്കൊന്നും ചെയ്യരുത്. നിക്കോദിമോസിനെ പോലെ ആണെങ്കിൽ നിങ്ങൾ വരണം, ദൈവത്തിന് ചെറുത് കേൾക്കണം. ഹല്ലേലൂയ. അവർ രാത്രിയോ പകലോ അരമണിക്കൂറോ 1 മണിക്കൂറോ 10 മിനിറ്റോ വന്നിരിക്കട്ടെ. പക്ഷെ അവരെ ഒന്നും നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. അവരെയൊക്കെ ദൈവം ഒരു കാര്യം ഉറപ്പായി, എപ്പോഴെങ്കിലും യേശുവിൻ്റെ അടുക്കൽ വന്നിട്ട് പോയിട്ടുണ്ടെങ്കിൽ അവനെ ദൈവം ഒരു അനുഗ്രഹമാക്കിയിരിക്കും. കൈകളെ ഉയർത്തി ഹല്ലേലൂയ. ഞാൻ ഉറപ്പിച്ച് പറയാം, ഇപ്പോൾ നമ്മളിവിടെ കൂടി 1000കണക്കിന് വ്യക്തികൾ കുറഞ്ഞ ചില മാസങ്ങൾ കൊണ്ട് വന്നിറങ്ങിയിട്ടുണ്ട്. എനിക്കുറപ്പാണ് അവരാരും നഷ്ടപ്പെടത്തില്ല. അവരെല്ലാം ദൈവത്തിങ്കിലേക്ക് തന്നെ വന്നിരിക്കും. കാരണം കർത്താവ് ആകർഷിക്കാതെ ആർക്കും ദൈവത്തിൻ്റെ അടുക്കിലേക്ക് വരാൻ കഴിയത്തില്ല. കൈകളെ ഉയർത്തി യേശുവിനെ ഒരിക്കൽ കൂടി ആരാധന കൊടുത്താട്ടെ. ഞാൻ പെട്ടെന്ന് ഈ സന്ദേശം നിങ്ങൾക്ക് തരികയാണ്. നിക്കോദിമോസ് രാത്രി വന്നിട്ട് പോയി. പിന്നെ ആ മനുഷ്യൻ നമ്മൾ കാണുന്നേയില്ല. നമ്മളോർക്കും പിന്മാറ്റക്കാരൻ, ആരും അറിയാതെ ഒളിച്ചും പാത്തും വന്നവൻ. പിന്നെ ഈ നിക്കോദിമോസിനെ നമ്മൾ കാണുന്ന എവിടെയാണെന്നറിയാമോ? ക്രൂശിന്റെ ചുവട്ടിലാണ്. ഹോ ഹല്ലേലൂയ. നിങ്ങൾ ആരും ആമേൻ പറഞ്ഞില്ല. പിന്നെ ഈ നിക്കോദിമോസിനെ എവിടെയാ കാണുന്നേ? പറഞ്ഞോ? നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയ ക്രൂശിന്റെ ചുവട്ടിൽ പത്രോസ് ഇല്ല. അവിടെ ശ്രദ്ധിച്ചു നോക്കിയ ക്രൂശിന്റെ ചുവട്ടിൽ യാക്കോബില്ല. അവിടെ ശ്രദ്ധിച്ചു നോക്കിയ ക്രൂശിന്റെ ചുവട്ടിൽ തോമസ് ഇല്ല. അവിടെ പക്ഷെ ആ ക്രൂശിന്റെ ചുവട്ടിൽ ഒരു നിക്കോദിമോസ് ഉണ്ട്. ഹല്ലേലൂയ, ആമേൻ. പലരാരും കാണാത്തിടത്ത് ചിലരെ ദൈവം നിർത്തും. ആമേൻ. ആർക്കും നിൽക്കാൻ കഴിയാത്ത ചില ഇടങ്ങളിൽ ദൈവം നിന്നെ നിർത്താൻ പോകുകയാണ്. വിശ്വസിച്ചൊരാമേൻ പറഞ്ഞോ? കാണുമെന്ന് ചിന്തിച്ച പലരും ഇല്ലാത്തിടങ്ങളിൽ ഇന്നലകളില്ലാത്ത ചിലരെ ദൈവം കയറ്റിക്കൊണ്ടുവരാൻ പോകുകയാണ്. വിശ്വസിച്ചൊരാമേൻ പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. നിങ്ങൾ ശ്രദ്ധിച്ചോ? നിക്കോദിമോസ് ക്രൂശിന്റെ ചുവട്ടിൽ വരുമ്പോൾ വെറും കൈയുമായിട്ടല്ല വന്നിരിക്കുന്നേ. ആമേൻ, ഹല്ലേലൂയ. നിക്കോദിമോസ് ക്രൂശിന്റെ ചുവട്ടിൽ വരുമ്പോൾ വെറും കൈയുമായിട്ടല്ല വന്നിരിക്കുന്നേ. അവൻ വരുമ്പോ ക്രൂശിന്റെ ചുവട്ടിൽ ആരുമില്ല. ആമേൻ. അവൻ പുറകിൽ ഒരു ബാഗും ഇട്ടോണ്ടാ വന്നേക്കുന്നേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തോത്രം പറഞ്ഞാട്ടെ. ഹല്ലേലൂയ, ആമേൻ. നിങ്ങൾ ഈ ദൂതനെ ചേർത്ത് കേൾക്കുകയാണെങ്കിൽ നിങ്ങളുടെ ഉള്ളത്തിൽ ഒരു വലിയ തീ പിടിക്കുമെന്ന് എനിക്കറിയാം. ആമേൻ, സ്തോത്രം. അവൻ ക്രൂശിന്റെ ചുവട്ടിൽ നിൽക്കുമ്പോൾ അവന്റെ പുറത്ത് നിന്നൊരു ബാഗ് അവൻ ഊരി പതിയെ വെച്ചു. ആ ബാഗിനകത്ത് മുഴുവൻ എന്തെന്നറിയാമോ? സുഗന്ധവർഗങ്ങളാ, മൂരും അഖിലുമാണ്. ഹല്ലേലൂയ. എന്തിനാണെന്നറിയാമോ? യേശുവിന്റെ ശരീരത്തിൽ ഇടുവാൻ വേണ്ടിയാണ്. ഹല്ലേലൂയ, ആമേൻ. യെശയ്യാ പ്രവചനം 53 ഒരു വചനമുണ്ട്. അവൻ മരണത്തിൽ സമ്പന്നന്മാരുടെ കൂടെയായിരുന്നു. കേട്ടില്ല? മരണത്തിൽ സമ്പന്നന്മാരുടെ കൂടെയായിരുന്നു. ആര്? യേശു മരണത്തിൽ സമ്പന്നന്മാരുടെ കൂടെയായിരുന്നു. എന്താ അർത്ഥം എന്ന് ചോദിച്ചാൽ, അന്ന് സമ്പന്നന്മാർ മരിക്കുമ്പോൾ അവരുടെ സമ്പന്നത അളക്കുന്നത് ആ ശരീരത്തിലിടുന്ന സുഗന്ധവർഗങ്ങളാണ്. ആമേൻ. ആ ശരീരത്തിലിടുന്ന സുഗന്ധവർഗങ്ങളുടെ അളവനുസരിച്ച് അവരുടെ സമ്പന്നതയുടെ കണക്ക് കൂട്ടും. ആമേൻ. അപ്പോൾ യേശു മരണത്തിൽ സമ്പന്നനായിരുന്നു. ഹല്ലേലൂയ. അവന്റെ വസ്ത്രം പോലും, സ്തോത്രം, പടയാളികൾ വലിച്ചൂരിയെടുത്തിട്ട് ഇവൻ എങ്ങനെയാണ് മരണത്തിൽ സമ്പന്നനായേ?
ഹല്ലേലൂയ. നിങ്ങൾ ചിത്രത്തിലൊക്കെ കാണുന്നില്ലേ ഒരു ചെറിയ തുണി ഉടുത്തേക്കുന്നേ? സത്യം പറഞ്ഞാൽ ചരിത്രകാരന്മാർ പറഞ്ഞിരിക്കുന്നത് അതുപോലും ഇല്ലായിരുന്നു എന്നാണ് പറയുന്നത്. അതുകൊണ്ടാണ് കാണുന്നവർ മുഖം പൊത്തിയെന്ന് വചനം പറയുന്നത്. അത്രയും അർത്ഥനഗ്നനായി അവനവിടെ കിടന്നു. ഹല്ലേലൂയ. കൈകളെ ഉയർത്തി രാമേ പറഞ്ഞാട്ടെ. പക്ഷെ അടുത്ത വചനത്തിൽ ഇങ്ങനെ കിടക്കുന്നത്, അവൻ മരണത്തിൽ സമ്പന്നന്മാരുടെ കൂടെയായിരുന്നു. ഹല്ലേലൂയ. ഈ സമ്പത്ത് എവിടെ നിന്ന് വന്നെന്നറിയാമോ? ഒരു മനുഷ്യൻ, കേട്ടില്ല, ഒരു മനുഷ്യൻ, അവന്റെ അധ്വാനമാണ്. നിക്കോദിമോസിന്റെ അധ്വാനമാണ്. നിങ്ങൾ ഓർക്കുന്നത് പോലെ അവൻ പിന്മാറ്റത്തിലായിരുന്നില്ല. ഹല്ലേലൂയ. യേശുവിനെ അന്ന് രാത്രി കണ്ടിട്ട് പിന്നെ കാണാത്തതിന്റെ അർത്ഥം അവൻ പിന്മാറ്റത്തിലല്ലായിരുന്നു. അവനൊരു കാര്യം മനസ്സിലായി, ഒരുവൻ നാം വീണ്ടും ജനിക്കണമെങ്കിൽ ഒരുവൻ മരിക്കണം. അത് വേറെ ആരുമല്ല, ഈ നിൽക്കുന്ന യേശുവാണ് മരിക്കുന്നത്. ആ ഒരു സന്ദേശത്തിനകത്ത് അവൻ കാൽവറിയുടെ ചുവട്ടിൽ വരെ എത്തി. ഹല്ലേലൂയ. എൻ്റെ മക്കളെ, വെളിപ്പാടെന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് ചിന്തിക്കാൻ കഴിയത്തില്ല. ഹല്ലേലൂയ. ഈ ഒരൊറ്റ ദൂതിനകത്തൂടെ അവൻ വീണ്ടും ജനനം കണ്ടു. ആ വീണ്ടും ജനനത്തിനകത്ത് യേശുവിന്റെ മരണം കണ്ടു, കാൽവറിയുടെ ചുവട് കണ്ടു, കാൽവറിയിൽ കിടക്കുന്ന നഗ്നനായി കിടക്കുന്ന യേശുവിനെ കണ്ടു. അവന്റെ ശരീരത്തിൽ ഇടുവാൻ സുഗന്ധവർഗം ഇല്ലെന്നവൻ കണ്ടു. അന്ന് അവന് ഇറങ്ങുമ്പോൾ ഒരു തീരുമാനമെടുത്തു. ആമേൻ. അവന്റെ ശരീരം നഗ്നമായി കിടക്കാൻ ഞാൻ അനുവദിക്കത്തില്ല. അവന്റെ ശരീരത്തിൽ ഇടുവാനുള്ള സുഗന്ധവർഗം ഞാൻ ഉണ്ടാക്കും. അവന്റെ ശരീരത്തിൽ ഇടുവാനുള്ള സുഗന്ധവർഗം ഞാനുണ്ടാക്കും. അവൻ രാത്രി യേശുവിൻ്റെ അടുക്കൽ വരാഞ്ഞത്, പകൽ യേശുവിൻ്റെ അടുക്കൽ വരാഞ്ഞത്, സ്തോത്രം, അവൻ അലസനായി നടക്കുകയല്ലായിരുന്നു. അന്നു മുതൽ അവന് കിട്ടുന്ന സമ്പത്ത് മുഴുവനും അവൻ കൂട്ടിവെക്കുകയായിരുന്നു. എന്തിനു വേണ്ടി? യേശുവിൻ്റെ ശരീരത്തിൽ ഇടുവാൻ, സുഗന്ധവർഗത്തിന് വേണ്ടി. ഞാൻ നിങ്ങളോട് പറയാം, നിങ്ങളുടെ അകത്തൊരു വെളിപ്പാട് കിട്ടിയാൽ ആ വെളിപ്പാടിനെ മുറുകെ പിടിച്ചുകൊണ്ട് അതിനകത്തൊരു കരുതൽ നിങ്ങൾ നടത്താൻ തയ്യാറായിരിക്കണം. ഹല്ലേലൂയ. നിങ്ങൾക്ക് കിട്ടിയ വെളിപ്പാടിനെ കുടിച്ചിടരുത്. നിങ്ങൾക്ക് കിട്ടിയ വെളിപ്പാടിനെ നിങ്ങൾ, സ്തോത്രം, അതിന് ഒത്തവണ്ണം ചിലത് നിങ്ങൾ ഉണ്ടാക്കിയെടുക്കണം, ചിലത് സ്വരൂപിക്കണം. ആർക്ക് ഈ ദൂത് മനസ്സിലായി? ആർക്ക് മനസ്സിലായി? ഹല്ലേലൂയ. വെറുതെ ദൂത് കേട്ട് പോകരുത്. ആ കേട്ട ദൂതിന് ഒരധ്വാനം. അവൻ സുഗന്ധവർഗം ഉണ്ടാക്കി. ക്രൂശിന്റെ ചുവട്ടിൽ പത്രോസില്ല, ക്രൂശിന്റെ ചുവട്ടിൽ യാക്കോബില്ല. ഞാൻ യോഹന്നാൻ ഇല്ല എന്ന് പറയാത്തതിന്റെ കാരണം അവൻ ആ ക്രൂശിന്റെ ചുവട്ടിൽ എവിടെയോ വട്ടം തിരിയുന്നുണ്ട്. അവൻ അവിടെ ഉണ്ട്. ഹല്ലേലൂയ. പക്ഷെ യാക്കോബില്ല അവിടെ, അന്ത്രയോസില്ല അവിടെ, മത്തായി ഇല്ല അവിടെ. പക്ഷെ ആ ക്രൂശിന്റെ ചുവട്ടിൽ നോക്കിയപ്പം ദേ ഒരു ബാഗുമായി ഇറങ്ങി വന്ന്. ഹല്ലേലൂയ. ആമേൻ, ആമേൻ പറഞ്ഞാട്ടെ. ആ ബാഗിൽ നിന്ന് സുഗന്ധവർഗങ്ങൾ എടുത്ത് യേശുവിന്റെ ശരീരത്തിലിട്ടു. ഞാൻ എന്നും നിങ്ങളോട് പറയാം, കർത്താവിന് ആളില്ലെന്നൊന്നും ചിന്തിക്കരുത്. നമ്മൾ അറിയാത്ത ചിലർ കർത്താവിനുണ്ട്. എല്ലായിടത്തും ഉണ്ട്. കർത്താവിന് എപ്പോഴും ആൾക്കാരുണ്ട്. ഈ മുണ്ടക്കത്തൊക്കെ ഒത്തിരി കർത്താവിന് ആൾക്കാരുണ്ട്. നമ്മൾ കണ്ടിട്ടില്ലെന്നേ ഉള്ളൂ. ഒത്തിരി നിക്കോദിമോസുമാരുണ്ട്, ഒത്തിരി, സ്തോത്രം, അരിമത്യക്കാർ ജോസഫുമാരുണ്ട്. ക്രൂശിന്റെ ചൂട് നോക്കണം. അവിടെ യേശുവിന്റെ ശരീരം താഴേക്കിറക്കുമ്പോൾ വേറൊരുത്തരും വന്ന് സഹായിക്കാൻ വരിക. അതാരാണ്? അരിമത്യക്കാരൻ ജോസഫ്. ഹല്ലേലൂയ. സ്തോത്രം. അരിമത്യക്കാരൻ ജോസഫ്. ഇവർ പതിയെ ഈ ശരീരം ഇറക്കുന്നേ. കാരണം എന്താണ്? ഇത് ഒത്തിരി മുറിഞ്ഞതാ, ഇത് ഒത്തിരി തകർന്നതാ. എൻ്റെ സ്പർശന നിമിത്തം ഇതിൻ്റെ ഒരു മാംസം താഴെ വീഴരുത്. പതിയെ ശരീരത്തെ എടുക്കുക. ഞാൻ നിങ്ങളോട് പറയാം, നിങ്ങൾ നിമിത്തം കർത്താവിൻ്റെ ശരീരത്തിനൊരു വേദന ഉണ്ടാകരുത്. ആമേൻ പറഞ്ഞില്ല. നിങ്ങൾ തൊടുമ്പം, നിങ്ങൾ ഈ ശരീരത്തെ കയറി പിടിക്കുമ്പോൾ നിങ്ങൾ നിമിത്തം ഈ ശരീരത്തിന് വേദന ഉണ്ടാകരുത്, മുറിവുണ്ടാകരുത്. കാരണം ഇതൊത്തിരി മുറിച്ചതാ, ഇതൊത്തിരി തകർത്തതാ, ഇതൊത്തിരി ഞുറുക്കപ്പെട്ടതാ.
ഇനി നിങ്ങൾ തൊടുമ്പോൾ അതിനകത്തുനിന്ന് നിങ്ങളുടെ കൈകൾ കൊണ്ടൊരു വേദന ഉണ്ടാകരുത്. ഹല്ലേലൂയ. കൈകളെ ഉയർത്തി ദൈവത്തെ സ്തുതിച്ചാട്ടെ. നമ്മൾ നിമിത്തം ദൈവരാജ്യത്തിനൊരു നഷ്ടം ഉണ്ടാകരുത്. നമ്മളിലൂടെ ഒരു വേദന ഉണ്ടാകരുത്. ഞാൻ നിങ്ങളോട് പറയുന്നു, നമ്മളൊരു അരിമത്തിക്കാരൻ ജോസഫായി മാറണം. നമ്മൾ ഒരു നിക്കോദിമോസായി മാറണം. ദൈവിക രാജ്യത്തിൻ്റെ അഭിവൃദ്ധിക്ക് വേണ്ടി അങ്ങനെ ചിലർ എഴുന്നേറ്റ് വരുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. കൈകളെ ഉയർത്തി യേശുവിനൊരു ആരാധന കൊടുത്ത്. എനിക്കറിയില്ല എന്തൊക്കെയോടെ സംഭവിക്കുന്നു. നിങ്ങളോട് ഈ വചനം സംസാരിക്കുന്നുണ്ടോ? ഞാൻ നിങ്ങളോട് പറയാം, ദൈവരാജ്യത്തിന് നിങ്ങളൊരു സന്ദേശമായി മാറും. നിങ്ങളും ദൈവം തമ്മിൽ കൂട്ടിമുട്ടുമ്പോൾ ദൈവരാജ്യത്തിന് എന്തെങ്കിലുമൊക്കെ കിട്ടണം. ഞാൻ ആ വാക്ക് പറഞ്ഞിട്ട് അടുത്തൊരു ഭാഗം കൂടെ നിങ്ങൾക്ക് തരാം. നിക്കോദിമോസും യേശുവും തമ്മിൽ കണ്ടുമുട്ടുമ്പോൾ ദൈവസഭയ്ക്ക് കിട്ടി വീണ്ടും ജനനം. ദൈവസഭയ്ക്ക് കിട്ടി സ്തോത്രം ആത്മാവിനാലും വെള്ളത്താലുമുള്ള ജനനം. നിങ്ങളും യേശുവും തമ്മിൽ കണ്ടുമുട്ടുമ്പോൾ ചിലത് കിട്ടണം. ആരെങ്കിലും ഒരു ആമേൻ പറഞ്ഞാട്ടെ. ഞാൻ ഈ ദൂത് പറയുന്നത് ഇത്രയും ഒരു ഹൈ ലെവലിൽ ദൈവം നിങ്ങളെ കാണുന്നത് കൊണ്ടാണ് ഇങ്ങനൊരു സന്ദേശം ഇവിടെ ഇറങ്ങി വരുന്നത്. ആമേൻ. ഹല്ലേലൂയ. നിങ്ങളത് വിശ്വസിച്ചു. ആമേൻ. മറ്റൊരു സന്ദേശം കൂടെ നിങ്ങൾ ശ്രദ്ധിച്ചേ. ലൂക്കോസിന്റെ സുവിശേഷം 18-ാം അധ്യായം 25-ാമത്തെ വാക്യം. പെട്ടെന്ന്. ധനവാൻ ദൈവരാജ്യത്തിൽ കടക്കുന്നതിനേക്കാൾ ഒട്ടകം സൂചിക്കുഴിയുടെ കടക്കുന്നത് എളുപ്പമെന്ന് പറഞ്ഞു. ഇത് കേട്ടവർ, എന്നാൽ രക്ഷിക്കപ്പെടുവാൻ ആർക്ക് കഴിയുമെന്ന് പറഞ്ഞു. അതിനവൻ, മനുഷ്യരാൽ അസാധ്യമായത് ദൈവത്താൽ സാധ്യമാകുന്നു എന്ന് പറഞ്ഞു. ആമേൻ. സത്യമായിട്ടും ഈ യേശുവിൻ്റെ അടുക്കല് കാര്യസാധ്യത്തിനല്ലാതെ ആത്മീയ കാര്യത്തിന് വേണ്ടി വന്ന രണ്ടുപേരേ ഉള്ളൂ. നിങ്ങളാരും ആമേൻ പറഞ്ഞില്ല. ബാക്കി വന്നവരെല്ലാം നമ്മളെപ്പോലുള്ളവരാ. നമ്മളെപ്പോലുള്ളവർ, എന്നെപ്പോലുള്ളവർ. നിങ്ങൾ പറ, എന്നെപ്പോലുള്ളവർ. അപ്പോൾ രോഗം മാറാൻ, കടം മാറാൻ, ബന്ധനം വഴിയാനൊക്കെ വന്നവരാ. പക്ഷെ 2 പേർ മാത്രമേ ഉള്ളൂ കാര്യസാധ്യത്തിലല്ലാതെ വന്നത്. അതിലൊന്നാണ് ഞാൻ ആദ്യം പറഞ്ഞ നിക്കോദിമോസ്. രണ്ടാമതൊരു പുള്ളിയാണ് ധനവാൻ. അദ്ദേഹം ദൈവത്തിനടുക്ക് വന്നത് ഷുഗർ മാറാനും പ്രഷർ മാറാനും അല്ല. പുള്ളിക്ക് ഒരൊറ്റ ആവശ്യമുള്ളൂ, നിത്യജീവൻ പ്രാപിക്കണം. കേട്ടില്ല? എന്തോ ഒരു നല്ലതല്ലേ നമ്മളൊക്കെ പ്രാർത്ഥിക്കണം. ഞാൻ പ്രാർത്ഥിക്കുന്ന ബ്രദർ ഒറ്റ കാര്യത്തിന് വേണ്ടി മാത്രമാണ്, എങ്ങനെയാലും സ്വർഗത്തിൽ പോകണം. വേറെ ഒന്നും കിട്ടിയില്ലെങ്കിൽ കുഴപ്പമില്ല ബ്രദറെ. അതുപോലെ വന്നൊരു ഐറ്റമാണ് ഇത്. കേട്ടില്ല? അതുപോലെ വന്ന ഒരാളാണിത്. നിത്യജീവൻ പ്രാപിക്കണം. പക്ഷെ അവസാനം പോകുമ്പോൾ പുള്ളി പോകുന്ന പോക്ക് കണ്ടാൽ നമുക്ക് സങ്കടമാവും. ഇങ്ങനെയാണ് വലിയ ആത്മീയ കാര്യത്തിന് വേണ്ടി വന്ന പലരും അവസാനം ഇങ്ങനെ പോകുന്ന കാണുമ്പം സങ്കടമായിട്ട് വരും. ആരുമില്ല. ആമേൻ. ഈശോ, ഈ നിത്യജീവന് വേണ്ടി വന്ന ആള് യേശുവിനോടൊക്കെ വരിക. ഒരു നിത്യജീവൻ പ്രാപിക്കാൻ എന്ത് ചെയ്യണം? യേശു പറഞ്ഞു, നിനക്കുള്ളതെല്ലാം വിറ്റ് ദരിദ്രന്മാർക്ക് കൊടുക്കാൻ പറഞ്ഞു. ഞാൻ ചുരുക്കി പറഞ്ഞ ഇത് കേട്ട പാടെ പുള്ളി ദുഃഖിച്ചൊറ്റപ്പോക്ക് പോയി. നമ്മൾ പലപ്പോഴും ദൈവത്തിൽ നിന്ന് ചിലത് കേൾക്കുമ്പോഴേ നമ്മൾ അടുത്തതൊക്കെ ചിലത് കേൾക്കാതെ നമ്മൾ പെട്ടെന്ന് അങ്ങ് മാറിപ്പോകും. ആമേൻ. നമ്മുടെ ദൈവം സ്നേഹവാനായ ദൈവം തന്നെ. ഹല്ലേലൂയ. കരുണയുള്ള ദൈവം തന്നെയാണ്. മനസ്സിലുള്ള ദൈവം തന്നെയാണ്. അവൻ ആരും നശിച്ചു പോകുന്ന ഇഷ്ടമില്ലാത്ത ദൈവം തന്നെയാണ്. ആ മനുഷ്യൻ അവിടെ നിന്നുകൊണ്ട് കർത്താവെ എന്നെ സഹായിക്കണമെന്നൊരൊറ്റ കാര്യം പറഞ്ഞാൽ മതിയായിരുന്നു, ദൈവം എന്നെ സഹായിച്ചേനെ. ഞാൻ അതിൻ്റെ റീസണൊന്നും ഇപ്പം പ്രീച്ച് ചെയ്യുന്നില്ല, നമുക്കത്രയും വഹിക്കണ്ടെന്ന്. പക്ഷെ ഞാൻ അതിൽ നിന്നൊരു സന്ദേശം തരാൻ പറ്റും.
ഇവനും യേശുവും തമ്മിൽ കണ്ടുമുട്ടുന്നതിലൂടെ തന്നെയും ദൈവസഭയ്ക്ക് വലിയൊരു ദൂത് കിട്ടി. ചിലരൊക്കെ വന്ന് പിന്മാറിപ്പോയാലും ചിലരൊക്കെ വരുന്നത് അനുഗ്രഹം. ഹല്ലേലൂയ, സ്തോത്രം. ചിലരൊക്കെ പിന്മാറിപ്പോയാലും അവരിലൂടെയൊക്കെ ചില സന്ദേശങ്ങൾ നമുക്ക് ലഭിക്കും. ഹല്ലേലൂയ. കൈകൾ ഉയർത്തി ആമേൻ പറഞ്ഞാട്ടെ. ഈ മനുഷ്യൻ വന്നിട്ട് പിന്മാറി പോകുമ്പോ ശിഷ്യന്മാരെല്ലാം പറഞ്ഞു, സ്തോത്രം, ഇത് കേട്ടിട്ട് എന്നാൽ രക്ഷിക്കപ്പെടുവാൻ ആർക്ക് കഴിയും എന്നവർ പറഞ്ഞു. ഉടനെ കർത്താവ് ഈ പേടിച്ച് നിൽക്കുന്ന ജനത്തെ നോക്കി നമ്മുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട കർത്താവിൻ്റെ പ്രഖ്യാപനം പ്രഖ്യാപിക്കുക. അതെന്തെന്നറിയാമോ? അതിനവൻ മനുഷ്യരാൽ അസാധ്യം. ഓ, നിങ്ങൾ മിണ്ടുന്നില്ല. മനുഷ്യരാൽ അസാധ്യം, എന്നാൽ ദൈവത്താൽ അത് സാധ്യം. നിങ്ങളെല്ലാം രാമേൻ പറഞ്ഞാട്ടെ. പോരാ, ഒരിക്കൽ കൂടി ശബ്ദം ഉയർത്തിയതിന് രാമേൻ പറഞ്ഞു. അത് മനുഷ്യരാൽ അസാധ്യം, ദൈവത്താൽ സാധ്യം. നമ്മൾ ഈ വചനമൊക്കെ നമ്മുടെ രോഗം മാറാനും കടം മാറാനും എല്ലാം ഉപയോഗിക്കുന്നുണ്ട്. കുഴപ്പമില്ല, എവിടെ ഉപയോഗിച്ചോ കുഴപ്പമില്ല. പക്ഷേ സത്യത്തിൽ ആ വചനം എന്തുമായി ബന്ധപ്പെട്ട? നിത്യജീവനുമായി ബന്ധപ്പെട്ട. ഹല്ലേലൂയ. ഒരുവനെ നിത്യതയിലെത്തിക്കാൻ മനുഷ്യർക്ക് അസാധ്യമാണ്. കർമ്മത്തിന് കഴിയത്തില്ല, ചടങ്ങുകൾക്ക് കഴിയത്തില്ല, ആചാരങ്ങൾക്ക് കഴിയത്തില്ല. പക്ഷേ ദൈവത്തിന് കഴിയും ഒരുവനെ ദൈവരാജ്യത്തിൽ എത്തിക്കാൻ. കൈകൾ ഉയർത്തി രാമേൻ പറഞ്ഞാട്ട്. ഈ മനുഷ്യൻ പ്രയത്നിച്ച് നിത്യതയിൽ പ്രവേശിക്കാൻ ആഗ്രഹിച്ചേ, പക്ഷെ അവന് മനസ്സിലായി എന്നെ കൊണ്ട് കഴിയത്തില്ല. കൂടെ ഇരിക്കുന്നവരെല്ലാം ചിന്തിച്ചു ഞങ്ങൾക്ക് ആർക്കും കഴിയത്തില്ലെന്ന് പറഞ്ഞപ്പോ യേശു പറയാണ്, നിങ്ങൾ അങ്ങനെ ചിന്തിച്ചു പോകാതെ, മനുഷ്യർക്ക് അസാധ്യമാ, എന്നാൽ ദൈവത്തിന് സാധ്യമാ. എന്ത് സാധ്യം? ഒരുവനെ ദൈവത്തിന്റെ രാജ്യത്തിൽ കയറ്റാൻ. ഓ വാ, വന്നാട്ടെ. സ്തോത്രം പറഞ്ഞു വന്നാട്ടെ. ഹല്ലേലൂയ. അതെങ്ങനെയാണ് പ്രിയപ്പെട്ടവരെ? ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മളൊക്കെ ഒരു പാപത്തെ ജയിക്കാൻ കിടന്ന് യുദ്ധം ചെയ്യുന്നു, കണ്ണടച്ചിരിക്കുന്നു, എതിർത്ത് പെയ്യുന്നു, എന്തൊക്കെ ചെയ്തിട്ടും നമുക്ക് പറ്റുന്നില്ല. പിന്നെ നമ്മൾ തീരുമാനം എടുത്തോ, കുഴപ്പമില്ല. ഹല്ലേലൂയ. പക്ഷെ ദൈവം നിന്നെ ഒന്ന് സഹായിച്ചാൽ, നിങ്ങൾ ആമേൻ പറഞ്ഞില്ല, ദൈവം നിന്നെ ഒന്ന് സഹായിച്ചാൽ അതെന്താണ് എൻ്റെ അർത്ഥം? ഞാൻ ഒരിക്കൽ കൂടെ, ദൈവരാജ്യം നിധി ഒളിച്ചു വെച്ച വയലാകുന്നു. ആരെങ്കിലും അത് കണ്ടാൽ തനിക്കുള്ളതെല്ലാം വിറ്റ് അവൻ ആ ദൈവരാജ്യം വാങ്ങിയിരിക്കും, ആ വയൽ വാങ്ങും. ഓ, നിങ്ങൾ ഒരിക്കൽ കൂടി ആമേൻ പറ. മക്കളെ, ഇത് വളരെ ലളിതമാണ്. ഞാൻ നിങ്ങൾക്ക് എപ്പോഴും പ്രസംഗിക്കുന്നത് നിങ്ങൾ മനസ്സിലാകരുതെന്ന് ഓർത്തല്ല, മനസ്സിലാകാൻ വേണ്ടിയാ. ഞങ്ങളുടെയൊക്കെ നടുവിലൊരു പ്രസംഗ വാക്കുണ്ട്, മനസ്സിലായ ഒരു സ്തോത്രം പറയുക. അങ്ങനെ സ്തോത്രം പറയാനല്ല ഞാൻ ഇരിക്കുന്നത്. നിങ്ങളെല്ലാവരും മനസ്സിലാകണമെന്ന് ഓർത്താണ് ഞാൻ ഇങ്ങനെ ABCD പോലെ പ്രസംഗിക്കുന്നത്. അല്ല, ആരും മനസ്സിലാകാത്തിട്ട് പിന്നെ എന്തിനാ പ്രസംഗിക്കുന്നത്? വലിയ മർമ്മമാണ്, ആഴത്തിലേക്ക് പോവാണ്. നീ കേറി ആദ്യമേ. ഹല്ലേലൂയ. എല്ലാവർക്കും മനസ്സിലാകുന്നില്ല, പിന്നെ പ്രസംഗിച്ചിട്ട് എന്നാ കാര്യം? അതുകൊണ്ടാണ് ഇനി വളരെ ലളിതമായിട്ട് പറയുന്നത്. നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കുന്ന, കർത്താവേ ഞങ്ങൾക്ക് വചനമെല്ലാം കേൾക്കുന്ന മനസ്സിലാകണം, മനസ്സിലാകുന്നവർ വന്ന് പ്രസംഗിക്കണമെന്നും പറയണം. ഗ്ലോറി ടു ഗോഡ്. ഹല്ലേലൂയ. കൈകൾ ഉയർത്തി ആമേൻ. വളരെ ലളിതമായിട്ടാണ് പറയുന്നത്. ഇത് മനുഷ്യർക്ക് അസാധ്യം. ഏത് കാര്യം? നിന്നെ നിത്യതയിൽ എത്തിക്കുന്നത്. എന്നിട്ടാണ് രൂപം പറഞ്ഞ ദൈവരാജ്യം നിധി ഒളിച്ചു വെച്ച ഒരു വയൽ. ആരെങ്കിലും നിധി കണ്ടാൽ തനിക്കുള്ളതെല്ലാം വിറ്റ്
സിമ്പിളായൊരു ഉദാഹരണം. ഒരു മനുഷ്യനൊരു 5 സെന്റ് സ്ഥലം ഉണ്ടായിരുന്നു. അപ്പൊ അതിന് അയൽക്കാരൻ, അതിൻ്റെ അടുത്തിരിക്കുന്ന വ്യക്തിക്ക് അദ്ദേഹം നോക്കിയിട്ട് പറഞ്ഞു, ഈ സ്ഥലം ഇങ്ങോട്ട് തന്നേരെ, അപ്പുറത്തൊരു 1/2 ഏക്കർ സ്ഥലമുണ്ട്, നീ അതെടുത്തോ. എന്നാൽ ഈ മനുഷ്യൻ എന്ത് ചെയ്തിട്ടും ഈ സ്ഥലം കൊടുക്കത്തില്ല. കാരണം ഒത്തിരി തന്നെ ഇഷ്ടമുള്ള സ്ഥലമാണ്. ഈ കാണിച്ചെന്ന വയലൊന്നും കൊള്ളത്തില്ല. എന്നാൽ ഒരു ദിവസം ഇദ്ദേഹം ഇങ്ങനെ പോകുന്ന വഴിക്ക് അതിനകത്ത് ഒരു നിധി കണ്ടു. അങ്ങനെ ഈ മനുഷ്യൻ കണ്ടാൽ ഇദ്ദേഹത്തിന് ഈ സ്ഥലം വിൽക്കുന്നതിനകത്ത് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാവോ? ഈ 5 സെന്റ് കൊടുക്കുന്നതിന് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? ഇല്ല. കാരണം അവൻ എന്ത് ചെയ്തു? ആ വയലിനകത്ത് എന്ത് കണ്ടു? ദൈവരാജ്യത്തിന്റെ നിധി ദൈവം നമ്മെ ഒന്ന് കാണിച്ചാൽ, രാമൻ പറഞ്ഞില്ല, പിന്നെ ഇവിടെ ഉള്ളതെല്ലാം ചപ്പും ചവറുമെന്ന് എണ്ണാൻ നമുക്ക് കഴിയും. ഇനി ഞാൻ ഇതിൽ നിന്നൊരു സന്ദേശം നിങ്ങൾക്ക് തരാം. ഞങ്ങളുടെ ഭയങ്കര ഉപദേശം കൊണ്ടൊന്നും നിങ്ങൾക്ക് വലിയ മാറ്റങ്ങളൊന്നും വരത്തില്ല. നിങ്ങളുടെ കണ്ണുകൾ ദൈവം തുറന്നു തരണം. നിങ്ങൾ അതിനു വേണ്ടി പ്രാർത്ഥിക്കണം. ഇല്ലെങ്കിൽ കുറച്ച് നാൾ ഞങ്ങളിങ്ങനെ പറഞ്ഞ് അവസാനം പിന്നെ വഴക്കാവും, പിന്നെ ഒന്നും ശരിയാകത്തുമില്ല. ആമേൻ. ഇപ്പൊ ദൈവരാജ്യത്തിന്റെ ആ ഭയങ്കര നിക്ഷേപം നിങ്ങൾ കാണിച്ചു തന്നാൽ നിങ്ങൾ ഇതിനെല്ലാം സ്വത്തവേ മറക്കും. പോരാ, നിങ്ങൾ ആമേൻ പറഞ്ഞു, സ്വത്തവേ. അപ്പൊ അത് കാണിച്ചു തരാൻ ദൈവത്തിനെ പറ്റത്തുള്ളൂ. കേട്ടല്ലേ? അത് കാണിച്ചു തരാൻ, അത് കണ്ടു കഴിഞ്ഞാൽ പിന്നെ അവനെ പുറകോട്ട് വലിക്കാനും പറ്റത്തില്ല. അതുകൊണ്ടാണ് യേശുവിനെ യഥാർത്ഥമായി കണ്ടു കഴിയുമ്പോൾ തന്നെ വീട്ടുകാർ പറയും, ശവക്കല്ലറ അടക്കത്തില്ല, ഷെയർ തരത്തില്ല. ഇവൻ ഇതങ്ങ് കേട്ടിട്ട് എന്തെങ്കിലും കൂസലുണ്ടോ? അവൻ പറയും, നിന്റെ സ്ഥലവും വേണ്ട, വീടും വേണ്ട, ഒന്നും വേണ്ട, യേശുവിനെ വിടുന്ന പരിപാടിയില്ല. കാരണം കണ്ടതാണ്. അപ്പൊ അങ്ങനെ കാണിക്കാൻ ദൈവത്തിനെ കഴിയത്തുള്ളൂ. ഞാൻ ഇന്ന് നിങ്ങളോട് പറയാം, ഇങ്ങനത്തെ ചില കാഴ്ചകൾ ദൈവം നിങ്ങൾക്ക് തന്നിരിക്കും. കൈകളെ അടിച്ച് കർത്താവിന് സ്തോത്രം. ചിലത് ഭയങ്കരമായി കാണാൻ പോകുകയാണ്. ആമേൻ. സ്തോത്രം. പോരാ, സ്തോത്രം. പൗലോസ് പറയുന്നൊരു കാര്യമുണ്ട്, ഞാൻ സകലതും ചപ്പും ചവറും എന്നെണ്ണുന്നു. നമുക്ക് ചുമ്മാ പ്രസംഗിക്കാനേ പറ്റത്തുള്ളൂ, നമുക്കൊന്നും എണ്ണാൻ പറ്റത്തില്ല. നിങ്ങളിപ്പം പഠിച്ച് നിങ്ങൾക്കൊരു PhD കിട്ടി, നിങ്ങൾക്കൊരു ഡോക്ടറേറ്റ് കിട്ടി, അതിനൊന്നും വേണ്ടെന്ന് വെക്കാൻ പറ്റുമോ? പറ. ഇല്ലെന്നേ, സത്യ കാര്യമാണ്. പക്ഷെ പൗലോസ് പറയാം, ഞാൻ സകലതും. അതിന് കാരണം അവൻ്റെ തൊട്ടുമുള്ളൊരു വാക്യമുണ്ട്, ക്രിസ്തുവേശുവിൻ്റെ പരിജ്ഞാനത്തിൻ്റെ ശ്രേഷ്ഠത നിമിത്തം ഞാൻ സകലതും ചപ്പും ചവറും എന്നെണ്ണുന്നു. അപ്പോൾ എനിക്ക് എന്ത് കിട്ടി? ക്രിസ്തുവേശുവിൻ്റെ പരിജ്ഞാനം കിട്ടി. മറ്റാർക്കും കിട്ടാത്ത പരിജ്ഞാനത്തിന്റെ വെളിപ്പാട് എനിക്ക് കിട്ടിയപ്പോൾ എനിക്കിതെല്ലാം ചപ്പായി തോന്നി, ചവറായി തോന്നി. ഒരാമയും പറയാൻ പറ്റുന്നവർ. ഇപ്പൊ നമുക്ക് അങ്ങനെയെല്ലാം ചപ്പും ചവറും എണ്ണാൻ പറ്റത്തില്ല. അതിനു മുമ്പ് ഇപ്പുറത്ത് എന്തെങ്കിലും കിട്ടണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവമേ എന്നെ സഹായിക്കണേ. ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യം, നിങ്ങളുടെ കൊച്ചിൻ്റെ കയ്യിലൊരു ബ്ലേഡ് ഇരിക്കുക. ആ ബ്ലേഡ് കൊച്ചിൻ്റെ കയ്യിലിരിക്കുമ്പോൾ നിങ്ങൾ ബ്ലേഡ് താടാ, തന്നേ പറ്റൂ എന്ന് പറഞ്ഞാൽ കൊച്ചു തരുമോ? ഉടനെ നിങ്ങളവിടെ വന്നൊരു ക്ലാസ് എടുക്കുക. ബ്ലേഡ് കൊണ്ട് ഇന്ന ആളുടെ കൈ മുറിഞ്ഞു, ഇന്ന ആളുടെ ഇത് മുറിഞ്ഞു എന്ന് പറഞ്ഞ് 101 കാര്യം പറഞ്ഞാൽ കൊച്ചു ബ്ലേഡ് കളയുമോ?
ഇല്ല. നിങ്ങൾ ചാടിക്കയറി ബ്ലേഡെ കയറി പിടിച്ചാലോ അവൻ കൈയും മുറിക്കും, കാലും മുറിക്കും, എല്ലാം മുറിക്കും. സിമ്പിൾ കാര്യം. എന്താ ഞാൻ പറഞ്ഞിട്ടുണ്ടോ ഇല്ലെന്ന് അറിയത്തില്ല. എന്ത് ചെയ്താൽ മതി? ഒരു കിൻഡർ ജോയുടെ കവർ കൊണ്ട് കാണിച്ചാൽ മതി അവനോട്. കേട്ടില്ല, മനസ്സിലായില്ല. അല്ല, നല്ലൊരു ചോക്ലേറ്റ് മുട്ടായി കൊണ്ട് കാണിച്ചാൽ മതി. കല്ല് അതിനകത്ത് പൊതിഞ്ഞിട്ടാണേലും കൊണ്ട് കാണിച്ചാൽ മതി. അവൻ പതിയെ ബ്ലേഡ് ഓടിയിട്ടിട്ട് ഇവിടെ വരും. അവൻ 100 ഉപദേശം കൊടുക്കണ്ട. ആ കിൻഡർ ജോയുടെ ഒന്നും ഇല്ലെങ്കിലും നമുക്ക് ഈ ലോകത്തിൽ നിന്ന് ഇതിനെല്ലാം വെറുക്കണമെങ്കിൽ, ഇതിനെല്ലാം അതിജീവിക്കണമെങ്കിൽ ഇതിനേക്കാൾ വലുതൊന്ന് കണ്ടിരിക്കണം നമ്മൾ. ആമേൻ പറഞ്ഞാട്ടെ. ഇതിനേക്കാൾ വലുതൊന്ന്. അതുകൊണ്ടാണ് ആത്മീയത്തിന്റെ വലിയ തലങ്ങൾ കാണാൻ നിങ്ങൾ ആത്മാവിൽ പ്രാർത്ഥിക്കണം. കൈ ഉയർത്തി ഹല്ലേലൂയ. ഓരാ ഹല്ലേലൂയ. അവർ വിട്ടുപോകുന്നതിനെ ഓർത്തിരുന്നെങ്കിൽ മടങ്ങിപ്പോകാൻ സാധ്യതയുണ്ടായിരുന്നു. എബ്രായർ 11. എന്നാൽ അവരോ ഏറ്റവും നല്ലതിനെ, സ്വർഗീയമായതിനെ തന്നെ കാത്തിരുന്നു. അതിൻ്റെ അർത്ഥം വിട്ടുപോകുന്നതിനേക്കാൾ നല്ലത് അവർ കണ്ടു. ആമേൻ പറഞ്ഞില്ല? ഹല്ലേലൂയ. ദൈവം ശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനമിട്ടതുമായ നഗരത്തെ അവർ കണ്ടു. അത് കണ്ടപ്പം അത് വെച്ച് ഇവിടത്തെ അളന്നു, അത് വെച്ച് ഇവിടത്തെ വീടളന്നു, അത് വെച്ച് ഇവിടത്തെ സ്ഥലം അളന്നു. അന്നേരം അവൻ പറഞ്ഞു, ഞങ്ങൾ പാരിൽ പരദേശികൾ, ഞങ്ങൾക്കിവിടെ നിലനിൽക്കുന്ന നഗരം ഇല്ല, ഇത് വെറും ചപ്പും ചവറും. ഞാൻ നിങ്ങളോട് ഇത് പ്രസംഗിക്കുന്നതിന്റെ അർത്ഥം, ആത്മീയതയുടെ ആഴങ്ങൾ കാണാൻ കണ്ണുകൾ ദൈവം തുറക്കട്ടെ. അത് തുറന്നാൽ നിങ്ങൾക്ക് ഇവിടെയുള്ള ഒന്നും വലിയ ഭാരമാകത്തില്ല, വലിയ ബന്ധനമാകത്തില്ല, വലിയ അടിമത്തമാകത്തില്ല. നിങ്ങൾക്കതിനെയെല്ലാം വലിച്ചു പൊട്ടിക്കാൻ നിങ്ങളുടെ അകത്തൊരു ജീവന്റെ സ്രോതസ് വെളിപ്പെടും. വിശ്വസിക്കുന്നവർ ആമേൻ പറഞ്ഞേ പോരാ. ആമേൻ. ആമേൻ. വിശന്ന് പരവേശം പിടിച്ചിരിക്കുമ്പോഴത്തേന് പഴങ്കഞ്ഞിയെ കിട്ടിയാലും സന്തോഷമാണ്, അല്ലേ? ഇല്ലെന്ന് തോന്നുന്നു. എന്നാൽ നല്ല മട്ടൻ ബിരിയാണി, ചിക്കൻ ബിരിയാണി എല്ലാം കഴിച്ച് വയറൊക്കെ നിറഞ്ഞിരിക്കുമ്പം പഴങ്കഞ്ഞി അങ്ങ് ഫ്രണ്ടിൽ കൊണ്ട് വെക്കണം. അതിനകത്ത് 1000 കുറ്റം പറയും നിങ്ങൾ. കേട്ടില്ല? അതെന്താണ്? നല്ലത് കഴിച്ചു, നല്ലത് ലഭിച്ചു, നല്ലത് കിട്ടി. അതിനെ മാറ്റിവെക്കാൻ, തട്ടിക്കളയാൻ ഞാൻ പറഞ്ഞില്ല, മാറ്റിവെക്കാൻ നിനക്ക് കഴിയും. ഈ ലോകത്തിലുള്ള പലതിനെയും നിനക്ക് അതിജീവിക്കണമെങ്കിൽ, ഈ ലോകത്തിലുള്ള പലതിനെയും നിനക്ക് ജയിക്കണമെങ്കിൽ, സ്തോത്രം, നിന്റെ വിൽ പവർ അല്ല ആവശ്യം. ദൈവത്തിൽ നിന്ന് ചിലത് നീ കണ്ടിരിക്കണം, കേട്ടിരിക്കണം. ഞാൻ ആത്മാവിൽ അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്നു. സംഭവിക്കട്ടെ അത്. ചേർന്ന് രാമേൻ പറഞ്ഞേ, ഞാൻ ഇന്ന് ഈ വചനം പ്രസംഗിക്കുന്നത് കൊണ്ട് എനിക്കുറപ്പാണ് ചിലർ ആത്മലോകത്തിലേക്ക് കയറി ചിലത് കാണാൻ പോകുകയാണ്. ചിലതിനൊക്കെ ഈസി ആയിട്ട് ജയിക്കാൻ, ചിലതിനൊക്കെ ഈസി ആയിട്ട് അതിജീവിക്കാൻ ദൈവം ചില വലുത് നിന്റെ മേൽ തരാൻ പോകുകയാണ്. ഹല്ലേലൂയ. ഞാൻ വീണ്ടും പറയുന്നു, ആ ധനവാനെ പോലെ നീ പിന്തിരിയുന്നവനായിരിക്കത്തില്ല. ഞാൻ ആ വചനം പറഞ്ഞു ഉറപ്പിക്കുന്നു, നീ പിന്മാറുന്നവരുടെ കൂട്ടത്തിലല്ല, വിശ്വസിച്ച് ജീവരക്ഷ പ്രാപിക്കുന്നവരുടെ കൂട്ടത്തിലായിരിക്കും. കൈ ഉയർത്തി ഹല്ലേലൂയ. ഞാൻ പെട്ടെന്ന് പറഞ്ഞ വാക്കിതാണ്, ഈ ധനവാനും യേശുവും തമ്മിൽ കൂട്ടിമുട്ടിയപ്പോൾ ഒരു സന്ദേശമുണ്ട്. നിങ്ങളും യേശുവുമായി കൂട്ടിമുട്ടുമ്പോൾ ചില സന്ദേശങ്ങൾ ഉണ്ടാകട്ടെ.
ആമേൻ, ആമേൻ. നിങ്ങൾ എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? ഹല്ലേലൂയ. ധനവാന്റെ കാര്യം ഓർക്കുമ്പോഴേ ഈ ദൂത് കയറി വരും. മനുഷ്യരാൽ അസാധ്യം. ആമേൻ. ഞാൻ ഒത്തിരി കാര്യങ്ങൾ പറഞ്ഞതിന് ഒത്തിരി കാര്യങ്ങൾ എഴുതി വെച്ചു, പക്ഷെ ഞാൻ പറയുന്നില്ല. ജസ്റ്റ് വാക്കിനകത്ത് 2 കാര്യം മാത്രം പറയാം. പത്രോസും യേശുവും തമ്മിൽ ആ ബന്ധത്തിൽ മത്തായി 16 സഭയ്ക്കൊരു ദൂത് കിട്ടി. യേശു ചോദിക്കുക, നിങ്ങൾ എന്നെ ആരെന്ന് പറയുന്നു? പത്രോസ് ചാടി ഉത്തരം പറയുക, നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തു. ഞാൻ ഈ പറയുന്ന കാര്യങ്ങളും മനസ്സിലാകുന്നുണ്ടല്ലോ. നിങ്ങളും യേശുവും തമ്മിൽ ബന്ധത്തിലാകുമ്പോൾ ഒരു സന്ദേശം ഉരുവാകണം മറ്റുള്ളവർക്ക്. ആ 12 വർഷം രക്തസ്രാവമുള്ള സ്ത്രീ യേശുവിൻ്റെ അടുക്കലേക്ക് അടുത്ത് വരുമ്പോൾ നമുക്കൊരു സന്ദേശം കിട്ടി. എന്താ സന്ദേശം? മനസ്സിൽ ഉറച്ച് കർത്താവിൻ്റെ അടുക്കലേക്ക് ചെന്നാൽ നീ വിടുതലുമായിട്ടേ വരത്തുള്ളൂ. അവൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോഴേ പറഞ്ഞു, ഞാൻ ചെല്ലും, ഞാൻ തൊടും, ഞാൻ സൗഖ്യമാകും. ആമേൻ. ഞാൻ ചെല്ലും, ഞാൻ തൊടും. അതിൻ്റെ അർത്ഥം നീ എന്തെങ്കിലും ചിന്തിച്ചിറങ്ങിയാൽ അത് നടന്നിരിക്കും. കൈകളെ ഉയർത്തി അവൾ പറഞ്ഞു. ആരോട് പറഞ്ഞു? അവൾ ആരോട് പറഞ്ഞു? യെസ്, അവിടെ ഹൃദയത്തിൽ പറഞ്ഞു. നിങ്ങൾ നിങ്ങളോട് തന്നെ ചിലത് സംസാരിക്കണം. നടക്കത്തില്ലെന്നല്ല, നടക്കുമെന്ന് സംസാരിക്കണം. കഴിയത്തില്ലെന്നല്ല, കഴിയുമെന്ന് സംസാരിക്കണം. ഞാൻ ചെല്ലും, ഞാൻ തൊടും, സൗഖ്യമാകും എന്നവൾ പറഞ്ഞു. ആരോട്? സ്വയം പറഞ്ഞു. നിങ്ങൾ നിങ്ങളെ തന്നെ എൻകറേജ് ചെയ്യണം. നിങ്ങൾ നിങ്ങളോട് തന്നെ പറയണം, ഞാൻ ചെയ്യുന്ന കാര്യം സാധിക്കും, ഞാൻ ചെന്ന കാര്യത്തിൽ വിടുതലുമായിട്ടേ വരത്തുള്ളൂ. ഗ്ലോറി, ഹല്ലേലൂയ. കിട്ടിയ കിട്ടട്ടെ എന്ന് പറഞ്ഞല്ല നീ തിരിക്കേണ്ടത്. കിട്ടിയിരിക്കും, ലഭിച്ചിരിക്കും, അനുഗ്രഹം പ്രാപിച്ചിരിക്കും, സൗഖ്യം ലഭിച്ചിരിക്കും. ഹല്ലേലൂയ. പത്രോസ് യേശുവുമായി കണ്ടുമുട്ടിയപ്പോൾ ആ ബന്ധത്തിൽ നിന്നൊരു സഭയ്ക്കൊരു സന്ദേശം കിട്ടിയിരിക്കുക. എന്തൊരു സന്ദേശമല്ലേ! നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തു തന്നെ. ഹല്ലേലൂയ. ആ ദൂത് പറഞ്ഞു കഴിഞ്ഞിട്ട് യേശു പറയുന്നൊരു വാക്കുണ്ട്, ഞാൻ എൻ്റെ സഭയെ പണിയും. ഓ, നിങ്ങൾ മിണ്ടുന്നില്ല. ഞാൻ എൻ്റെ സഭയെ പണിയും. ഉറക്കെ പറ, ഞാൻ എൻ്റെ സഭയെ പണിയും. എല്ലാവരും ഉറക്കെ പറഞ്ഞാട്ടെ. പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കത്തില്ല. എന്തോ ഒരു ദൂതാണതല്ലേ! ഓ, പിശാചി എന്ത് ശ്രമിച്ചാലും, പിശാച് എന്ത് പ്രവർത്തിച്ചാലും, പിശാച് എന്തൊക്കെ അജണ്ടകൾ ചെയ്താലും ദൈവസഭയെ തകർക്കാൻ പറ്റത്തില്ലെന്ന് കർത്താവ് ഇന്നലെയെ പ്രഖ്യാപിച്ച് കഴിഞ്ഞിരിക്കുകയാണ്. കൈകളെ ഉയർത്തി ആമേൻ പറഞ്ഞാട്ടെ. ഈ ദൂതം നീ വ്യക്തിപരമായി എടുത്തോ, നീ തകരത്തില്ല. ആമേൻ പറഞ്ഞില്ല. ഒരു അന്ധകാര ശക്തിയും നിന്റെ നേരെ എഴുന്നേറ്റാലും നീ തകരത്തില്ല. കാരണം വ്യക്തിപരമായി നാം അവന്റെ സഭയാണ്. ഇൻഡിവിജ്വലായി നാം അവന്റെ സഭയാണ്. നമ്മെ തകർക്കാൻ നരകം മുഴുവൻ സാക്ഷാൽ ലൂസിഫർ തന്നെ ഇറങ്ങി പൊരുതിയാലും നിന്നെ ജയിക്കത്തില്ല എന്ന് യേശു പറഞ്ഞിട്ടുണ്ട്. അവൻ പറഞ്ഞാൽ അത് ഊവ എന്നും, ഞങ്ങളിൽ അത് ആമേൻ. കൈകളെ ഉയർത്തി ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എനിക്ക് ഇങ്ങനെ ഒത്തിരി സമയം പറഞ്ഞുകൊണ്ടിരിക്കാൻ ആഗ്രഹമുണ്ടെങ്കിലും നിങ്ങൾക്ക് ഇവിടെ ഇപ്പോഴത്തെ പ്രാർത്ഥിക്കാം. എനിക്ക് ഈ യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായത്തിലെ ആ ശമരിയ സ്ത്രീ, തകർന്നു പോയൊരു ശമരിയ സ്ത്രീ അല്ലേ, എന്ത് തകർന്ന സഹോദരിയാ. ഞാൻ ഒത്തിരി വട്ടം പ്രാർത്ഥിക്കുകയും പ്രസംഗിക്കുകയും എന്നെ ബലപ്പെടുത്തുകയും ചെയ്തൊരു സന്ദേശമാണ് ഈ ശമരിയ സ്ത്രീ. ഇങ്ങനെ പറയുന്ന ഒരു വാക്കുണ്ട്, യേശുവിന് അതുവഴി പോകേണ്ടി വന്നു. കേട്ടോ, യേശുവിന് അതുവഴി തകർന്നൊരുത്തി എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ
യേശുവിന് ആ വഴി പോയേ പറ്റൂ. നിങ്ങൾ ആമേൻ പറഞ്ഞില്ല. യേശുവിന് അതുവഴി പോകേണ്ടി വന്നു. കാരണം നീ തകർന്നിരുന്നാൽ നിന്റെ വഴിയിലൂടെ കർത്താവ് വന്നിരിക്കും. ആ ഒരു ആമേൻ പറഞ്ഞില്ല. യേശുവിന് അതുവഴി പോകേണ്ടി വന്നു. ഹല്ലേലൂയ. യേശു കിണറിൽ അവളെ കാത്തിരുന്നു. നീ വരുന്നവരെ അവൻ കാത്തിരിക്കും. നിനക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നൊരു കർത്താവുണ്ട്. തകർന്നവർക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്ന ഒരു കർത്താവുണ്ട്. ഇന്ന് പകലും അത് തന്നെ ഇവിടെ സംഭവിക്കുകയാണ്. തകർന്ന നിന്നെ കർത്താവ് കാത്തിരിക്കുകയാണ്. കൈകളെ ഉയർത്തി ഹല്ലേലൂയ. പോരാ, ഹല്ലേലൂയ, സ്തോത്രം. അവൾ സംസാരിക്കാൻ മടിച്ചിട്ടും അവളോട് കയറി മിണ്ടുന്നൊരു കർത്താവ്. കേട്ടില്ല? കയറി മിണ്ടുന്നൊരു കർത്താവ്. തകർന്നവരോട് കയറി മിണ്ടുന്നൊരു കർത്താവുണ്ട്. സ്തോത്രം പറഞ്ഞാട്ടെ, കയറി മിണ്ടും. വിശ്വസിച്ചാട്ടെ, നിന്റെ അകത്തോട്ട് കയറി മിണ്ടും. നിനക്കിന്ന് പ്രാർത്ഥിക്കാൻ ഇഷ്ടമില്ലെങ്കിലും, നിനക്കിന്ന് സംസാരിക്കാൻ ഇഷ്ടമില്ലെങ്കിലും, നീ നിരാശപ്പെട്ടിരിക്കുമ്പം നിന്നെ ഇടയിലേക്ക് അവൻ കയറി മിണ്ടിയിരിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ചില പ്രശ്നങ്ങൾ നിമിത്തം, ചില പ്രതിസന്ധികൾ നിമിത്തം നിനക്ക് മിണ്ടാട്ടമില്ലാതായിട്ടുണ്ട്. ചില കാര്യങ്ങൾ നിമിത്തം നീ തളർന്നിരിപ്പുണ്ട്. പക്ഷേ നിന്നിൽ നിന്ന് ചിലതിനെ അവൻ കുത്തി പൊക്കി എടുത്തിരിക്കും. കൈകളെ ഉയർത്തി ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ആമേൻ. ഗ്ലോറി, ഗ്ലോറി, ഹല്ലേലൂയ. ആമേൻ. സ്തോത്രം. എനിക്ക് കുടിക്കാൻ തരണം എന്ന് യേശു ചോദിക്കുമ്പോൾ അവൾ പറയുന്നൊരു കാര്യം, അവൾ ഇന്ന് വരെ കേൾക്കാത്ത കാര്യം. ഒരിക്കലും യഹൂദൻ ആമേൻ ശമര്യക്കാരോട് വെള്ളം ചോദിക്കത്തില്ല. അവൾ ചോദിക്കുകയാണ്, നീ ഒരു യഹൂദനായിരിക്കെ എന്നോട് കുടിക്കാൻ ചോദിക്കുന്നത് എന്ത്? ഹല്ലേലൂയ. നിങ്ങളെല്ലാവരും കേട്ടോണം. അവിടെ ആദ്യത്തെ വാക്കാണ് നീ യഹൂദനാണ്. ഹല്ലേലൂയ. ആമേൻ പറഞ്ഞേട്ടെ, നീ യഹൂദനാണ്. ആ വചനത്തിലേക്ക് ഒന്ന് വന്നിട്ട് നമുക്ക് പെട്ടെന്ന് പ്രാർത്ഥിക്കാം. ശമര്യ സ്ത്രീ അവനോട്, നീ യഹൂദനായിരിക്കെ ശമര്യക്കാരത്തിയായ എന്നോട് കുടിപ്പാൻ ചോദിക്കുന്നത് എങ്ങനെയെന്ന് പറഞ്ഞു. യഹൂദന്മാർക്കും ശമര്യർക്കും തമ്മിൽ സമ്പർക്കമില്ല. അപ്പൊ നിങ്ങൾ യേശുവുമായിട്ട് അടുക്കുമ്പോൾ നിങ്ങളുടെ ആദ്യത്തെ ബന്ധം വളരെ ലഘുവായിരിക്കും. യഹൂദൻ. ഓക്കെ. യഹൂദന്മാർക്ക് ശമര്യർക്കും തമ്മിൽ സമ്പർക്കമില്ല. അതിന് യേശു, നീ ദൈവത്തിന്റെ ദാനവും നിന്നോട് കുടിപ്പാൻ ചോദിക്കുന്നവൻ ആരെന്നും അറിഞ്ഞുവെങ്കിൽ നീ അവനോട് ചോദിക്കുകയും അവൻ ജീവനുള്ള വെള്ളം നിനക്ക് തരികയും ചെയ്യുമായിരുന്നു എന്ന് ഉത്തരം പറഞ്ഞു. സ്ത്രീ അവനോട്, യജമാനനെ, നിനക്ക് കോരുവാൻ പാത്രമില്ലല്ലോ. കേട്ടോ, കേട്ടോ. ഹല്ലേലൂയ. പിന്നെ അവൾ വിളിക്കുന്നത് യജമാനെന്നായി. നീ യേശുവുമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിന്റെ ബന്ധം വളരും. കേട്ടില്ല? കേട്ടില്ല? യേശുവുമായിട്ട് യേശുവുമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴേ നിന്റെ ബന്ധം വളരും. ആദ്യം എന്താണ്? നീ യഹൂദനാ. എന്നാൽ 2 മിനിറ്റ് കഴിഞ്ഞപ്പോൾ പറയുകയാണ്, നീ യഹൂദനല്ല, നീ അഡോണായി ആണ്. സ്തോത്രം. നീ യജമാനനാണ്. യജമാനനെ ഞാൻ എന്ന ആത്മാവിൽ പറയുന്നു, നീയും ദൈവവും തമ്മിലുള്ള ബന്ധം വർദ്ധിക്കാൻ പോകുകയാണ്. വിശ്വസിക്കുന്ന ഒരു ആമേൻ പറഞ്ഞാട്ടെ. നീയും ദൈവവും തമ്മിലുള്ള ബന്ധം ഇന്നലത്തേക്കാൾ അത് അടുത്ത ലെവലിലോട്ട് കയറും. ഇന്നലത്തേക്കാൾ അത് അടുത്ത റേഞ്ചിലോട്ട് കയറും. ഗ്ലോറി. കൈകളെ ഉയർത്തി ഹല്ലേലൂയ. തീർന്നില്ല. അടുത്ത വാക്യം. യജമാനനെ, നിനക്ക് കോരുവാൻ പാത്രമില്ലല്ലോ. കിണർ ആഴമുള്ളതാകുന്നു. പിന്നെ ജീവനുള്ള വെള്ളം നിനക്ക് എവിടെ നിന്ന്? നമ്മുടെ പിതാവായ യാക്കോബിനേക്കാൾ നീ വലിയവനോ? അവനാകുന്നു ഈ കിണർ ഞങ്ങൾക്ക് തന്നത്. അവനും അവന്റെ മക്കളും മൃഗങ്ങളും ഇതിലെ വെള്ളം കുടിച്ചു പോന്നു എന്ന് പറഞ്ഞു. യേശു അവളോട്, ഈ വെള്ളം കുടിക്കുന്നവന് എല്ലാം പിന്നെയും ദാഹിക്കും. ഞാൻ കൊടുക്കുന്ന വെള്ളം കുടിക്കുന്നവനോ ഒരു നാളും ദാഹിക്കും. കേട്ടോ? കർത്താവ് വേറൊന്ന് അവക്ക് കൊടുക്കാൻ ആഗ്രഹിക്കുക. ഹല്ലേലൂയ. വേറൊരു വെള്ളം അവക്ക് കൊടുക്കാൻ. ഇതിനകത്തൊരു സന്ദേശമുണ്ട്. വേറൊരു വെള്ളം കൊടുക്കാൻ. എപ്പോഴും ദൈവം നമ്മോട് ഇടപെടുന്നത് പലപ്പോഴും ഈ മെറ്റീരിയൽ വിഷയങ്ങളിലൂടെ ആയിരിക്കും ഇടപെടുന്നത്. പക്ഷെ ദൈവം കൈമാറാൻ ആഗ്രഹിക്കുന്നത് സ്പിരിച്വൽ ആയിരിക്കും. ആമേൻ, 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 ആമേൻ. സ്തോത്ര. കൈകളെ ഉയർത്തി ആമേൻ പറഞ്ഞാട്ടെ. മെറ്റീരിയൽ വിഷയത്തിലൂടെ ആയിരിക്കും ദൈവം ഇടപെടാൻ തുടങ്ങുന്നത്. പക്ഷെ നിന്നെ എത്തിക്കുന്നത് ഒരു സ്പിരിച്വൽ റിലത്തിലേക്കായിരിക്കും. ഞാൻ ആത്മാവിൽ പറയുന്നു, നീ ആയിരിക്കുന്ന ചില മെറ്റീരിയൽ റിലത്തിൽ നിന്ന് ദൈവം നിന്നെ ഒരു സ്പിരിച്വൽ റിലത്തിലേക്ക് കയറ്റാൻ ദൈവം.
ഹല്ലേലൂയ. നീ കിടന്ന് വിഷമിക്കുന്നത് ഈ മെറ്റീരിയൽ ഏരിയയിലാണ്, ഈ ലോകത്തിന്റെ തലങ്ങളിലാണ്. എന്നാൽ നിന്റെ പ്രശ്നം മാറുന്നത് സ്പിരിച്വൽ ലൈഫിലേക്ക് നീ തിരിയുമ്പോഴാണ്. ആമേൻ പറഞ്ഞാട്ടെ. കൈകളെ ഒന്ന് അടിച്ച് കർത്താവിനെ സ്തുതിച്ചാട്ടെ. ദൈവം എല്ലാവരെയും ആത്മീയതയിലേക്ക് തിരിക്കാൻ ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പെട്ടെന്ന് പ്രാർത്ഥിക്കാം. ഈ വചനം വായിച്ചോ മോനെ. ഈ വെള്ളം കുടിക്കുന്നവനെല്ലാം പിന്നെയും ദാഹിക്കും. ഞാൻ കൊടുക്കുന്ന വെള്ളം കുടിക്കുന്നവനോ, കേട്ടോ, ഞാൻ കൊടുക്കുന്ന വെള്ളം കുടിക്കുന്നവനോ ഒരു നാളും ദാഹിക്കുകയില്ല. ആമേൻ. തീർന്നില്ല മക്കളെ, വായിച്ചേ. ഞാൻ കൊടുക്കുന്ന വെള്ളം അവനിൽ നിത്യജീവങ്കിലേക്ക് പൊങ്ങി വരുന്ന നീരുറവായി തീരും എന്ന് ഉത്തരം പറഞ്ഞു. ഗ്ലോറി, ഗ്ലോറി. ഞാൻ കൊടുക്കുന്ന വെള്ളം അവനിൽ, അവന്റെ അകത്ത് ചെന്നിട്ട് നിത്യജീവങ്കിലേക്ക് അത് തീർന്നു പോകത്തില്ല, ഉറവയായിട്ട് പൊങ്ങും. ഹല്ലേലൂയ. ദൈവത്തിന് എന്തെങ്കിലും പ്രാപിച്ചാൽ തീരത്തില്ലത്, അതൊരു ഉറവയായിട്ട് പൊങ്ങും. പിന്നത്തേത് അതൊരു നദിയായിട്ട് ഒഴുകും. സംഭവിക്കട്ടെ. ഉറവകൾ തുറക്കുകയാണ്, നദികൾ ഉണ്ടാകുകയാണ്. നിന്റെ അകത്ത് നിന്നൊക്കെ ചില ഉറവകളെ ദൈവം പൊക്കുകയാണ്, ചില നദികളെ ദൈവം ജനിപ്പിക്കുകയാണ്. ഓക്കെ മോനെ, പെട്ടെന്ന് വായിച്ചാട്ടെ. സ്ത്രീ അവനോട്, യജമാനനെ, എനിക്ക് ദാഹിക്കാതെയും ഞാൻ കോരുവാൻ ഇവിടത്തോളം വരാതെയും ഇരിക്കേണ്ടതിന് ആ വെള്ളം എനിക്ക് തരേണം എന്ന് പറഞ്ഞു. യേശു അവളോട്, പോയി ഭർത്താവിനെ വിളിച്ചു കൊണ്ടുവരിക എന്ന് പറഞ്ഞു. എനിക്ക് ഭർത്താവില്ല എന്ന് സ്ത്രീ അവനോട് ഉത്തരം പറഞ്ഞതിന്, എനിക്ക് ഭർത്താവില്ല എന്ന് നീ പറഞ്ഞത് ശരി. 5 ഭർത്താക്കന്മാർ നിനക്കുണ്ടായിരുന്നു, ഇപ്പോൾ ഉള്ളവനോ ഭർത്താവല്ല. നീ പറഞ്ഞത് സത്യം തന്നെ എന്ന് യേശു പറഞ്ഞു. സ്ത്രീ അവനോട്, യജമാനനെ, നീ പ്രവാചകൻ എന്ന് ഞാൻ കാണുന്നു. റേഞ്ച് മാറി. കേട്ടില്ല. മിനിറ്റുകൾ കൊണ്ട് റേഞ്ച് മാറുന്നത്. ആദ്യം നീ യഹൂദൻ, പിന്നെ യജമാനൻ. 2-3 മിനിറ്റ് കൂടെ മിണ്ടിയപ്പം പറയാ, നോ, നീ യജമാനൻ മാത്രമല്ല, നീ പ്രോഫറ്റാണ്, നീ പ്രവാചകനാണ്. ഞാൻ ആത്മാവിൽ പറയുന്നു, മറ്റ് ചിലർക്ക് വെളിപ്പെട്ടതിനേക്കാൾ തീവ്രമായി യേശു നിനക്ക് വെളിപ്പെടാൻ പോകുകയാണ്. വിശ്വസിക്കുക. അവൻ ചിലർക്ക് രക്ഷകൻ മാത്രമാ, അവൻ ചിലർക്ക് അഡോണായി മാത്രമാ, ചിലർക്ക് അവൻ കർത്താവ് മാത്രമായി. പക്ഷെ നിനക്കവൻ കർത്താവായും നിന്റെ ആത്മമണവാളനായും നിന്റെ ആത്മതോഴനായും നിന്റെ വീണ്ടെടുപ്പുകാരനായും നിന്റെ വിശുദ്ധിയായും നിന്റെ തേജസ്സായും നിന്റെ ജ്ഞാനമായും നിന്റെ നീതിയായും നിന്റെ അവൻ കൃപയായും അവൻ പ്രത്യാശയായും ജീവനായി വെളിപ്പെടാൻ പോകുകയാണ്. ഓ ഹല്ലേലൂയ. യേശുവിനെ പല വിധത്തിൽ നീ അനുഭവിക്കാൻ പോകുകയാണ്. ആമേൻ പറ. അവൾ പറയാ, ആമേൻ, യജമാനനെ, നീ പ്രവാചകനാണ് എന്ന് ഞാൻ കാണുന്നു. ഞങ്ങളുടെ പിതാക്കന്മാർ ഈ മലയിൽ നമസ്കരിച്ചു വന്നു. നമസ്കരിക്കേണ്ടുന്ന സ്ഥലം യെരൂശലേമിലാകുന്നു എന്ന് നിങ്ങൾ പറയുന്നു എന്ന് പറഞ്ഞു. പെട്ടെന്ന് മക്കളെ, യേശു അവളോട് പറഞ്ഞത്, സ്ത്രീയെ, എന്റെ വാക്ക് വിശ്വസിക്കുക. നിങ്ങൾ പിതാവിനെ നമസ്കരിക്കുന്നത് ഈ മലയിലുമല്ല യെരൂശലേമിലും അല്ല എന്നുള്ള നാഴിക വരുന്നു. നിങ്ങൾ അറിയാത്തതിനെ നമസ്കരിക്കുന്നു, ഞങ്ങളോ അറിയുന്നതിനെ നമസ്കരിക്കുന്നു. രക്ഷ യഹൂദന്മാരുടെ ഇടയിൽ നിന്നല്ലോ വരുന്നത്. സത്യനമസ്കാരികൾ പിതാവിനെ ആത്മാവിലും സത്യത്തിലും നമസ്കരിക്കുന്ന നാഴിക വരുന്നു എന്ന് ഇപ്പോൾ വന്നുമിരിക്കുന്നുവെന്നും തന്നെ നമസ്കരിക്കുന്നവർ ഇങ്ങനെയുള്ളവർ ആയിരിക്കണമെന്ന് പിതാവ് ഇച്ഛിക്കുന്നു. നിങ്ങളുടെ ഉള്ളത്തിൽ ഇത് കത്തിയോ ഇല്ലെന്ന് എനിക്കറിയത്തില്ല. 5 ഭർത്താവുള്ള ഒരു വ്യക്തിയോട് സംസാരിക്കുമ്പോഴാണ് ബൈബിളിൽ ഏറ്റവും കാതലായ ദൂത് പൊങ്ങുന്നത്. സത്യനമസ്കാരികൾ, നിന്നിൽ നിന്ന് ചില സന്ദേശം പൊങ്ങട്ടെ. നീയുമായിട്ടുള്ള കൂട്ടായ്മയിൽ ചിലത് പൊങ്ങി വരട്ടെ. എത്ര പേർക്ക് മനസ്സിലാവുന്നു ഞാൻ ഈ പറഞ്ഞ കാര്യം? ആമേൻ. ലോകത്തിൽ ഒന്നും കൊള്ളത്തില്ലെന്ന് പറഞ്ഞ സ്തോത്രം, ഒരു വിലയും കൽപ്പിക്കാത്ത ഒരു സഹോദരിയുമായിട്ട് യേശു സംസാരിക്കുമ്പോഴാണ് ലോക ജനത്തിന് മുഴുവൻ ഒരു സന്ദേശം കിട്ടുന്നത്.
പ്രാർത്ഥിക്കാൻ പോവുകയാണ്, പ്രാർത്ഥിക്കാൻ പോവുകയാണ്, പ്രാർത്ഥിക്കാൻ പോവുകയാണ്. നിങ്ങളുടെ ഉള്ളം ഇന്ന് കത്തിയേ പോകാവൂ എന്ന് പറഞ്ഞാൽ നീ സാധാരണക്കാരനായിരിക്കാം, നീ സാധാരണക്കാരിയായിരിക്കാം, പക്ഷെ നിന്നിൽ നിന്ന് വലിയ ചില ദൂതുകൾ ദൈവസഭയ്ക്ക് ലഭിക്കുന്ന അളവിൽ നിന്നെ മാറ്റാൻ പോകുകയാണ്. ആരെങ്കിലും വിശ്വസിക്കുന്നെങ്കിൽ ഇന്ന് പകൽ ആ ദൂത് അവന്റെ തലമേൽ വീഴട്ടെ. ഇതിനകത്തിരിക്കുന്ന ആരും ചെറിയവരെന്നും ആരും പറയരുത് കേട്ടോ. നിന്നിലൂടെ വലുത് ലഭിക്കും. ആമേൻ. നിന്നിലൂടെ വലിയത് ലഭിക്കും. നീയും യേശുവും തമ്മിൽ സംസാരിക്കുന്ന ചില സംസാരങ്ങൾ ലോകത്തിന്റെ ഗതിയെ തിരിക്കും. നീയും യേശുവും തമ്മിലുള്ള കൂട്ടായ്മ ഒരു ജലത്തിന്റെ തിരിവായി